ഓം വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമ പൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. 29ാമത്തെ ശ്ലോകം. നിത്യാപായാത് സപായാൻ മലയശിഖരിഭൂഷായമാണാദ്രിഖണ്ഡപ്രസ്ഥേ ഉത്താലനാമാങ്കിതമണിസദനേ സ്ഫൂർത്തിമീതോബ്ജയാനഃ യം വിന്ധ്യസ്ഥം വികുംഭോദ്ഭവമുനികര സംഭാവിതത്വാദ്വിമോക്ഷാവസ്ഥാ സംസ്ഥാനമേകാത്മകം അതിസുലഭം സങ്കിരന്തേ മുനീന്ദ്രാഃ. നിത്യാപായാത് സപായാൻ മലയശിഖരഭൂഷായമാണദ്രിഖണ്ഡപ്രസ്ഥേ കുത്താലനാമാങ്കിതമണിസദനേ സ്ഫൂർത്തിമീതോ അംബയാനഃ യം വിന്ധ്യസ്തംഭി കുംഭോദ്ഭവമുനികര സംഭാവിതത്വാത് വിമോക്ഷാവസ്ഥാ സംസ്ഥാനമേകാത്മകമതിസുലഭം സങ്കിരന്തേ മുനീന്ദ്രാഃ. നിത്യാപായാത് സഹ പായാത് മലയശിഖരിഭൂഷായമാണദ്രിഖണ്ഡപ്രസ്ഥേ കുത്താലനാമാങ്കിതമണിസദനേ സ്ഫൂർത്തിം ഈദഃ അംബയാ നഃ യം വിന്ധ്യസ്തംഭി കുംഭോദ്ഭവമുനികര സംഭാവിതത്വാത് വിമോക്ഷാവസ്ഥാ സംസ്ഥാനം ഏകാത്മകം അതിസുലഭം സങ്കിരന്തേ മുനീന്ദ്രാഃ. മുനീന്ദ്രന്മാർ സങ്കിരന്തേ സംകീർത്തനം ചെയ്യുന്നു, ഉദ്ഘോഷിക്കുന്നു, പ്രഘോഷണം ചെയ്യുന്നു. അങ്ങനെയുള്ള അംബയാസഹ ആ ചൈതന്യം, അംബയാസഹ അംബയോടൊപ്പം, അംബ ദേവിയാണല്ലോ, ആ ചൈതന്യം ദേവിയോടൊപ്പം നഹ നിത്യ അപായാത് പായാത് നഹ എന്ന് പറഞ്ഞാൽ അസ്മാൻ നമ്മളെ നിത്യ അപായാത് നിത്യവും ഉണ്ടാകാവുന്ന അപായത്തിൽ നിന്ന് പായാത് പാലനം ചെയ്യട്ടെ, നമ്മെ രക്ഷിക്കട്ടെ. അപായങ്ങളിൽ നിന്ന്, അപായം എന്ന് പറഞ്ഞാൽ എന്താണ്? അപഗമനങ്ങൾ അല്ലെ. അയഹ, അയം എന്ന് പറഞ്ഞാൽ പോക്ക് അല്ലെ. ആയം വരവും അയം പോക്കും ആണ്. നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ അയഹ എന്നുള്ള വാക്ക് എപ്പോഴും വരുന്നൊരു പദമാണിത്. പല വിധത്തിൽ അല്ലെ. സമയം തൊട്ട് സമയം, കായം അല്ലെ, സഹായം, ഇതൊക്കെ നമ്മൾ എപ്പോഴും വരുന്ന പദങ്ങളാണ്. ഈ അയഹ എന്നുള്ള പദം എപ്പോഴും. കാരണം എന്താണ്? ഈ ലോകം തന്നെ ഒരു അയമാണ്, ഒരു പോക്കാണ്, ഒരു സഞ്ചാരമാണ്. മനസ്സിലായ? അപ്പോ അത് ഇതിന് വേദത്തിലൊക്കെ പറയുന്നുണ്ട്. പഞ്ചാരേ ചക്രേ പരിവർത്തമാനെ, പഞ്ച അരങ്ങളോടുകൂടിയ ചക്രമുള്ള എന്താണ് ഒരു രഥത്തിന്റെ സഞ്ചാരമാണെന്നാണ് പറഞ്ഞത് ഈ ലോകം തന്നെ. അതാണ് ജഗത്ത് എന്നുള്ള പദം തന്നെ പറയുന്നത്. ഗമനശീലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതിനൊരിക്കലും എന്തില്ല, ഇത് നിൽക്കുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ സമയഹ എന്നും പറയുന്നത്. സമ്യക് അയഹ, എപ്പോഴും ഇത് പോയിക്കൊണ്ടിരിക്കുക. അതിനാണ് നമ്മൾ സാതത്യഗമനം എന്ന് പറയാം. സതതം, എല്ലായ്പ്പോഴും ഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ അയഹ എന്നുള്ള പദം ഇല്ലാതെ നമുക്ക് മിക്കവാറും ഒന്നും തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ശിവന്റെ നൃത്തമാണെങ്കിൽ പോലും എന്താണ്? അതിചടുലമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള ചലനമാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് മുഴുവൻ ചലനാത്മകമാണ്. ഇത് എന്തില്ല, ഇതൊരിക്കലും സ്ഥിരമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് അയങ്ങൾ എങ്ങനെയാണ്? സമയമുണ്ട്, സഹായമുണ്ട്. സഹ ഒന്നിച്ച് നമ്മൾ ഗമിക്കല്, സമയം എല്ലായ്പ്പോഴും ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില സംഗതികൾ നമ്മളിൽ നിന്ന് അപഗമിക്കുന്നുമുണ്ട്. അപഗമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വിട്ടുപോവുക. ഗമനമാകുമ്പോൾ അങ്ങനെയാണല്ലോ, എപ്പോഴും ഒന്നിലേക്ക് വരില്ലല്ല. ഒരു സമയത്ത് ഒന്നിലേക്ക് വന്നാൽ പിന്നെ അത് അടുത്ത നിമിഷം അതിൽ നിന്ന് വിട്ടു പോവാണ് അല്ലേ? ചക്രം തിരിയുമ്പോൾ അങ്ങനെയല്ലേ? ചക്രത്തിന്റെ മുകളിലുള്ള ഭാഗം താഴേക്ക് എത്തിയാൽ പിന്നെ അത് ഉയർന്നു പോവാണ്, പിന്നെ അത് താഴ്ന്നു വരിക. ഇത് അതുകൊണ്ട് എന്തുണ്ട്? നിത്യ അപായ, എന്നും അപഗമനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നമുക്ക് സ്പൃഹണീയമായ അപഗമനങ്ങളുമുണ്ട്, അസ്പൃഹണീയങ്ങളായ അപഗമനങ്ങളുമുണ്ട്. അപ്പൊ സ്പൃഹണീയമായ അപഗമനമാണ് നമ്മള് എന്താ പറയാ, നമ്മള് യോഗം എന്ന് പറയാം. നമ്മൾ യോഗമാണ്, നമ്മളിലേക്ക് വരികയാണ് സ്പൃഹണീയ വിധത്തിൽ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ്? മറ്റേതെന്താണ്? അസ്പൃഹണീയമായിട്ടുള്ളത് എന്താണ്? നമ്മളിൽ നിന്ന് അപഗമിക്കലാണ്. അപഗമിക്കുന്നതും എല്ലാം അസ്പൃഹണീയമാണെന്നില്ല അല്ലെ? ഇപ്പൊ നമുക്ക് രോഗാവസ്ഥയുണ്ട്, അത് നമ്മിൽ നിന്ന് അപഗമിക്കുമ്പോൾ അത് നമുക്ക് സ്പൃഹണീയമാണ്. ഒരു രോഗാവസ്ഥ നമ്മളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് അസ്പൃഹണീയമാണ് അല്ലേ? അതാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം എന്താണ്? നമ്മുടെ അവസ്ഥയെ അനുസരിച്ച് ഇത് നമുക്ക് എന്താണ്? സ്പൃഹണീയവും അസ്പൃഹണീയവും ആയിരിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ നല്ല നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഫാൻ ഇട്ട് അതിന്റെ ചോട്ടിലിരിക്കും. അപ്പൊ എന്താണ്? ആ കാറ്റ് നമുക്ക് സ്പൃഹണീയമാണ്. കുറച്ചു കഴിഞ്ഞു എന്താണ്? കാലാവസ്ഥയൊക്കെ മാറി നല്ല തണുപ്പുള്ള സമയമായി, നമ്മൾ എന്ത് പറയും? ആ ഫാൻ ഒന്ന് ഓഫാക്കാവോ എന്ന് പറയുന്നു അല്ലേ? എന്താണ് ഇപ്പൊ അത് അവസ്ഥ? ഒരു സമയത്ത് സ്പൃഹണീയമായി അതിന്റെ ചോട്ടിലേക്ക് ഓടി വന്ന് ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് വിടാൻ പോകും. അപ്പൊ ഈ ഗമനാഗമനങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന നിത്യമായ അപായാത്, നിത്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപായങ്ങളിൽ നിന്ന്, അപഗമനങ്ങളിൽ നിന്ന്, അതായത് നമുക്ക് അസ്പൃഹണീയങ്ങളായ അപഗമനങ്ങളിൽ നിന്ന് നമ്മളെ പായാത് പാലനം ചെയ്യുമാറാകട്ടെ, രക്ഷിക്കട്ടെ എന്ന് അർത്ഥം. ഏതാണ് ഈ ദേവൻ? ആരോടൊപ്പമാണ്? അംബയാ സഹ, അമ്മയോടൊപ്പം, ദേവിയോടൊപ്പം വർത്തിക്കുന്ന ആ ദേവൻ അല്ലെ? രണ്ടുപേരും കൂടെ ഒന്നായിട്ടാണ് വാസ്തവത്തിലിരിക്കുന്നത്. ആ ദേവൻ എവിടെയാണ് ഈ ദേവൻ കുടികൊള്ളുന്നത്? കുത്താലത്തിലാണ് ഈ ദേവൻ കുടികൊള്ളുന്നത് അല്ലെ? കുത്താലം നമുക്കറിയാം, കേരളത്തിലല്ല ഇത് നമുക്ക് അറിയാം. അപ്പൊ ഇടയ്ക്കൊന്ന് കുത്താലം വരെ പോയിട്ടുണ്ട്, തമിഴ്നാട്ടിലേക്ക് ഒന്ന് കടന്നിട്ടുണ്ട്, വീണ്ടും നമ്മുടെ വർക്കലയിലേക്ക് വരുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ. അപ്പൊ കുത്താലം എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എന്താണ്? കുത്ത് എന്നുള്ളതിന് എന്താണ്? ഒരു താഴ്ത്തൽ എന്നൊരർത്ഥം ഇതിനിടെ കുത്ത് എന്നുള്ള പദത്തിന് ഉണ്ട് അല്ലെ? കുത്തുക അല്ലെ? നമ്മൾ പറയാം നെല്ല് കുത്തുക. നെല്ലിലേക്ക് നമ്മുടെ ഒരു ഉലക്ക മുസലം നമ്മൾ ഇടിച്ചിറക്കാണ് ചെയ്യുന്നത്. കുത്താലം. അപ്പൊ കുത്ത് എന്നുള്ളതിന് അങ്ങനെ അർത്ഥമുണ്ട്. അലം എന്നുള്ളതിന് വെള്ളം എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. അപ്പൊ വെള്ളത്തിന്റെ കുത്തിന്റെ അവിടെ കുത്താലം വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്, വെള്ളത്തിന്റെ കുത്തുള്ള ഒരു സ്ഥലമാണ്. അതിനേക്കാളും പുറമെ ഇവിടെ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അഗസ്ത്യമുനി കുത്തി താഴ്ത്തിയ ഒരു ഇടമാണ്. അങ്ങനെ ഒരു അർത്ഥവും കൂടെ അതിന് വരുന്നുണ്ട്. അതുപോലെ ആല് എന്ന് പറയുന്നത്, അതായത് ചെറിയ ആലുകളുള്ള സ്ഥലമാണത്രേ. അതിനേക്കാളും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അത് ചേരുക അഗസ്ത്യൻ തന്നെ ആരാണ്? അഗസ്ത്യൻ തന്നെ വളരെ കുറിയ ഒരു മനുഷ്യനാണ്. ആ കുറിയ മനുഷ്യനാൽ ഇവിടെ എന്താണ്? സംസ്ഥാപനം ചെയ്യപ്പെട്ട, ഒരുക്കപ്പെട്ട ഒരു സ്ഥലം. കാരണം ഈ വിന്ധ്യപർവ്വതം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതമാണ്. സുമേരുവുമായിട്ട് അതിനൊരു മത്സരം ഉള്ളതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നായിട്ട്. എല്ലാ പർവ്വതങ്ങളെല്ലാം വളരെ ഉയർന്ന പർവ്വതങ്ങളാണ് അല്ലെ? വിന്ധ്യൻ, പാരിയാത്രൻ മുതലായിട്ടുള്ള കുലപർവ്വതങ്ങളൊക്കെ ഉണ്ട്. വിന്ധ്യശ്ച പാരിയാത്രശ്ച കുലപർവ്വതങ്ങളെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ സൂര്യചന്ദ്രന്മാർ സുമേരു പർവ്വതത്തിന്റെ ചുറ്റുമാണത്ര ഇങ്ങനെ സഞ്ചരിക്കുന്നത് അല്ലെ? സംക്രീഡമാനാവിവ ബാലകൗദ്വൗ, രണ്ട് ബാലകന്മാര് ഒളിച്ചു കളിക്കുന്ന പോലെ സൂര്യചന്ദ്രന്മാർ ഈ സുമേരു പർവ്വതത്തിന്റെ ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കാനുണ്ട്. ഇതില് അസഹിഷ്ണുത പൂണ്ട ഈ വിന്ധ്യപർവ്വതം അതിന്റെ ശിഖരങ്ങളെ വല്ലാതെ ഉയർത്തിയത്രേ. അങ്ങനെ ഉയർത്തിയപ്പോ എന്താണ്? സൂര്യചന്ദ്രന്മാരുടെ ഗമനം വിഘ്നിതമായി തീർന്ന് തടസ്സപ്പെട്ടു.
ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അഗസ്ത്യമുനിയോട് പറഞ്ഞു, ഇതിങ്ങനെ തടസ്സപ്പെട്ടാൽ എങ്ങനെയാണ് ഇവരുടെ ഗമനങ്ങൾ? അഗസ്ത്യമുനി വന്നിട്ട് എന്ത് ചെയ്തു? അഗസ്ത്യമുനി വന്നു കഴിഞ്ഞപ്പോൾ പർവ്വതം തനിയെ നമ്രശിരസ്കമായി തീർന്നു, താഴ്ന്ന് അവിടെ നിന്നു. അപ്പോഴാണ് പറഞ്ഞത്, ശരി, ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ തെക്ക് ഭാഗത്തേക്ക് പോവുകയാണ്. ഞാൻ വരുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കുക, ഇങ്ങനെ തന്നെ നിൽക്കുക. എന്നിട്ട് അഗസ്ത്യൻ എന്ത് ചെയ്തില്ല? അഗസ്ത്യൻ വന്നില്ല. അഗസ്ത്യൻ ഇവിടെ ആശ്രമം ഉണ്ടാക്കി ഇവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അഗസ്ത്യനാൽ, അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു പ്രതലം രൂപപ്പെട്ടു. ആ സ്ഥലത്താണ് ഈ ക്ഷേത്രം വർത്തിക്കുന്നത് എന്നാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം. എന്താണെങ്കിലും ഔന്നത്യം കൊണ്ട് മറ്റൊരാളെ ആയി മത്സരിച്ച് തന്നെ പോലെ തന്നെയുള്ള ഒരാളുടെ സൗഭാഗ്യത്തിൽ അസൂയ പൂണ്ട്, അസഹിഷ്ണുത പൂണ്ട് ലോകത്തിന്റെ തന്നെ ഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കം ആരിൽ നിന്നുണ്ടായാലും ആ അഹന്തയുടെ ഉന്നത ശൃംഖം താഴ്ത്തിയേ പറ്റൂ എന്നൊരു പാഠം ഇതിലുണ്ട്. നമ്മളെപ്പോഴും അല്ലേ, ലോകത്തിൽ എല്ലാവർക്കും ഒരേപോലെയല്ല എല്ലാവരുടെയും ഐശ്വര്യം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നിലയുണ്ട്, മറ്റൊരാൾക്ക് മറ്റൊരാളുടെ നിലയാണ്. അപ്പൊ അതിലെന്തും ഉണ്ടാവാൻ പാടില്ല, അതിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല, അല്ലേ? ഇതൊക്കെ കുലപർവ്വതങ്ങളാണ്. ഈ കുലപർവ്വതങ്ങൾ തമ്മിൽ എന്താണ് മത്സരിക്കുന്നത്? അങ്ങനെ ഒരു സുമേരു പർവ്വതത്തിന്റെ ചുറ്റും എന്താണ്? സംക്രീഡമാനാവിവ ബാലകൗദൗ, രണ്ട് ബാലകന്മാര് ഒളിച്ചു കളിക്കുന്ന പോലെയാണ് സൂര്യചന്ദ്രന്മാര് ഈ സുമേരു പർവ്വതത്തിന്റെ ചുറ്റും ഇത് നടക്കുന്നത്. അതിലെന്തിനാണ് അസൂയ കൂടുന്നത്? ശബ്ദം ഫ്രീസ് ചെയ്തു. കേൾക്കാം മറ്റുള്ളവർ? ഇല്ല, സാറിന് പോയി, സാറ് പോയി. സാറ് ഫ്രീസായി. ചിലപ്പോ തിരിച്ചു വരികയായിരിക്കും ഇനിയിപ്പോ. റെഡിയാന്ന് തോന്നുന്നു അല്ലേ? നെറ്റിനെന്തോ ചെറിയൊരു പ്രോബ്ലം ഇപ്പൊ ഈ ഇടയ്ക്ക് കൂടെ വരുന്നുണ്ട്. നെറ്റിനെന്തോ പ്രോബ്ലം. എനിക്ക് തോന്നുന്നു ഈ ഫുട്ബോളൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണോ എന്ന് അറിയില്ല. പലരും നേരം എടുക്കുമ്പോ തന്നെ ഇത് ഫുട്ബോളിൽ ഇരിക്കുകയാണ് പലരും. റെക്കോർഡ് ചെയ്തിൽ കിട്ടുമല്ലോ, കളി കിട്ടുമല്ലോ. അതാണ് എനിക്ക് തോന്നുന്നത്. ശരി, അപ്പൊ എന്താണ്? അപ്പൊ ശരിക്കും പറഞ്ഞാല് നല്ല പാട്ടുകാർ പ്രസംഗിക്കില്ല. നമ്മുടെ യേശുദാസ് പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല. പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിസ്സാര കുറച്ച് കാര്യങ്ങളെ അദ്ദേഹം പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നല്ല സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ പറയുന്നത് പ്രസംഗം അവർക്ക് എന്താണ്, തൊണ്ട അത് വഴങ്ങില്ല എന്നാണ് പ്രസംഗിക്കാൻ നിങ്ങൾ നടന്നാലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിനോട് അസൂയ പൂണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലോകത്തിന്റെ സ്ഥിതിയെ തന്നെ വിഘ്നിതമാക്കി തീർക്കുക. ഈ യുദ്ധങ്ങളുടെ മുഴുവൻ പിന്നിൽ ഇങ്ങനെയുള്ള എന്താണ് അഹന്തകളാണ് ഉള്ളത് എന്ന് അഗസ്ത്യമുനി ഇവിടെ പല സ്ഥലത്തും വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരുടെയും അഹന്തയുടെ ശൃംഖം എന്തായിരിക്കുന്നു? വല്ലാതെ ഉച്ഛൃതമായി നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ലോകം തന്നെ ആപത്തുകളിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? മലയ ശിഖരി ഭൂഷായമാണ അദ്രിഖണ്ഡ പ്രസ്ഥേ, മലയപർവ്വതത്തിന് അലങ്കാരമായിരിക്കുന്ന പർവ്വത ശിഖരത്തിലുള്ള പരപ്പാർന്ന പ്രതലത്തിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലയപർവ്വതമാണ്. അതിൻ്റെ ശിഖരത്തിന് ഭൂഷണമായി വർത്തിക്കുന്നതാണ് ഈ വിന്ധ്യന്റെ ഈ ഭാഗം. അങ്ങനെയുള്ള അതിൻ്റെ പ്രസ്ഥത്തിൽ, പ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നിരപ്പായ സ്ഥലം എന്നാണ്. ഇന്ദ്രപ്രസ്ഥം മുതലായിട്ടുള്ള സ്ഥലങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള നിരപ്പാർന്നതായ ഈ സ്ഥലത്ത് കുത്താലനാമ അങ്കിത മണിസദനെ, കുത്താലം എന്ന പേരിൽ അങ്കിതമായിരിക്കുന്ന ഒരു മണിസദനത്തിൽ, കുത്താലം എന്നാണ്. അപ്പൊ കുത്താലം, അവിടെ വെള്ളത്തിന്റെ ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടത്തിന് എന്താണ്? കുത്തുന്ന ആലം മുതൽ വെള്ളം എന്നൊരർത്ഥം, വിഷം എന്ന അർത്ഥമുണ്ട്. അത് വേറെ കാര്യം, നമ്മളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
എന്തിനർത്ഥമുണ്ട്? വെള്ളം എന്നും അർത്ഥമുണ്ട്, വെള്ളക്കുത്ത് എന്നൊരർത്ഥവും കൂടെ അവിടെ ഉണ്ട്. അഥവാ ഇവിടെ എന്താണ്? ഒരു കുറിയവനായ മഹർഷിയാൽ വിധാനം ചെയ്യപ്പെട്ടതായ ഒരു പുണ്യ സ്ഥലം, അദ്ദേഹമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആ പ്രതലത്തിൽ കുത്താലനാമ അങ്കിത മണിസദനെ, രത്നമയമായ ശോഭാതിരേഖം കൊണ്ട് അതിനെ പറയുന്നതാണ്. സ്ഫൂർത്തിം ഈതഹ, സ്ഫൂർത്തിയെ, സ്ഫൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഫുരണം, സ്ഫുരണത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന യം എന്ന് പറഞ്ഞാൽ ഏതൊരുവനെ, അതായത് ഏതൊരു ദേവനെയാണോ വിന്ധ്യസ്തംഭി കുംഭോദ്ഭവമുനി കര സംഭാവിതത്വാത്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സ്ഥലം എങ്ങനെയാണ്? വിന്ധ്യപർവ്വതത്തെ സ്തംഭിപ്പിച്ചവനായ കുംഭസംഭവമുനിയുടെ, കുംഭസംഭവൻ ആരാണ്? അഗസ്ത്യനാണ്, അഗസ്ത്യമുനി. അഗസ്ത്യമുനിയുടെ കരങ്ങളാൽ ബഹുമാനിക്കപ്പെട്ടതിനാൽ, മാനിതമായതിനാൽ. മാനിതം എന്ന് പറഞ്ഞാൽ അതിന് ആ സ്പർശം പോലും എന്താണ്? അതിനെ മാനിക്കലാണ്. പുണ്യാത്മാക്കളുടെ സ്പർശം അതിനെ മാനിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്താലും, അതുകൊണ്ടാണല്ലോ ഈ നമ്മുടെ രാവണനോട് മാരീചൻ പറയുന്നുണ്ട്, രാമനുമായിട്ടുള്ള വിരോധം വേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നാടകകാരന്മാർ അതിനെടുത്തിട്ട് ആവിഷ്കരിച്ചുള്ള എന്താണ്? ഏതാണ്ട് ഒരു മരണമുണ്ട്, അത് രാമന്റെ കൈകൊണ്ടായാൽ എന്താണ്? അത് മോക്ഷപ്രദായകമാണ്. അത് തന്നെയാണ് അവസാനം മാരീചനും പറയുന്നത്. മാരീചൻ ആദ്യം പറയുന്നത്, രാവണൻ വന്നിട്ട് മാരീചനോട് പറഞ്ഞു നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. മാരീചൻ എന്താ പറഞ്ഞത്? ഇത് വേണ്ട എന്നാണ്. അപ്പോ രാവണൻ എന്ത് ചെയ്യും? മാരീചനെ കൊല്ലും. അപ്പോ ഒരു ദുഷ്ടന്റെ കൈകൊണ്ടുള്ള മരണത്തെക്കാൾ നല്ലത് ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണമാണ്. അപ്പൊ ആ മരണം പോലും എന്താണ്? ശ്രേയസ്കരമാണ്. അങ്ങനെ ശ്രേയസ്കരമായിരിക്കുന്നതായ ഈ ദേവൻ കുംഭസംഭവമുനിയുടെ കരസ്പർശം കൊണ്ട് ബഹുമാനിതമായിട്ടുള്ള ഈ സ്ഥലത്ത് ഏകാത്മകം അതിസുലഭം, ഏകാത്മകവും അതിസുലഭവുമായിട്ടുള്ളത്. ഏകാത്മകം എന്ന് പറഞ്ഞാൽ ഒന്നായി വർത്തിക്കുന്നത്, ഏകാത്മകം ഒന്ന് തന്നെ. അദ്വൈതത്തിന്റെ സങ്കല്പം തന്നെ അതാണല്ലോ. അതിസുലഭം എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഭാവം അതിസുലഭമാണ്. എന്നിട്ട് അതെന്താണ്? വിമോക്ഷാവസ്ഥാ സംസ്ഥാനം, വിമോക്ഷാവസ്ഥാ സംസ്ഥാനമാണ്. വിമോചന സ്ഥാനത്ത്, വിമോക്ഷ അവസ്ഥയിൽ സംസ്ഥിതി ചെയ്യുന്ന എന്നർത്ഥം. വിമോചനം, വിമോക്ഷ എന്ന് പറഞ്ഞാൽ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മോചനമാണ്. അവസ്ഥയിൽ കുടികൊള്ളുന്നവനായി ഇവിടെയുള്ള ദേവനെ യം മുനീന്ദ്രാഹ, മുനീന്ദ്രന്മാർ എന്ത് ചെയ്യുന്നു? സങ്കിരന്തേ, മുനീന്ദ്രന്മാർ അങ്ങനെയായി ഈ ദേവനെ സങ്കിരണം ചെയ്യുന്നു, ഈ ദേവനെ അവിടെ സ്തുതിക്കുന്നു, അങ്ങനെയായി പ്രകീർത്തിക്കുന്നു. സഹ അംബയാസഹ, ആ ദേവൻ അംബയാസഹ, അംബയോടൊപ്പം, ദേവിയോടൊപ്പം, ഭഗവതിയോടൊപ്പം എന്ത് ചെയ്യണം? സഹ നഹ നിത്യ അപായാത് പായ, നമ്മെ നിത്യമായ അപായങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ എന്നാണ് ഇതിന്റെ വാച്യമായിട്ടുള്ള അർത്ഥം. അപ്പോ അഗസ്ത്യമുനി ഔദ്ധത്യമാർന്ന വിന്ധ്യപർവ്വതത്തെ എന്ത് ചെയ്യാണ് ചെയ്തത്? എന്താണ്? നമ്രശിരസ്കനാക്കി നിർത്തി പോവുകയാണ് ചെയ്തത്. എങ്ങോട്ട്? തെക്ക് ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോ എന്താണ്? നീ ഇങ്ങനെ തന്നെ നിൽക്കണം, ഇങ്ങനെ ആയിരിക്കണം. നീ നിന്റെ അഹന്തയുടെ കൊടുമുടി താഴേണ്ടത് എപ്പോഴല്ല? ആരെങ്കിലും നിന്നെ സമീപിക്കുമ്പോൾ മാത്രമല്ല. എപ്പോഴും നീ എന്തായിരിക്കണം? എപ്പോഴും നീ നമ്രശിരസ്കനായിരിക്കണം. എപ്പോഴും നമുക്കുള്ള ഒരു ഭാവം അത് തന്നെയാണ്. നമ്മളെക്കാളും വലിയവനാണ്, ശക്തനാണ് എന്ന് തോന്നുന്നവന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ശിരസ്കരായിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ
നമ്മളെക്കാൾ ശക്തി കുറഞ്ഞവന്റെ മുന്നിൽ എന്താണ് അവനെ അടിച്ചു താഴ്ത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോ അത് പറ്റില്ല. എന്ത് വേണം? നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആശയമാണ് വാസ്തവത്തിൽ ഇവിടെ ഇദ്ദേഹം നമുക്ക് നൽകുന്നത്, ഈ കുംഭസംഭവനായ മുനി നമുക്ക് നൽകുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ആ ചെറുപ്പം, ഈ ചെറുപ്പം പലപ്പോഴും എന്തിനാണ് കാരണമായിരിക്കുന്നത്? ആ ചെറുപ്പം അതിൽ തന്നെ എന്തുണ്ട്? വലിയ തേജസ് അവരിൽ അടങ്ങിയിട്ടുണ്ട്. വലിയ തേജസ്. കാളിദാസൻ പറയുന്നത് പോലെ എന്താണ്? ഈ മുനിമാരിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഗൂഢം ഹി ദാഹാത്മകമസ്തി തേജഃ. ഗൂഢവും ദാഹാത്മകവുമായ തേജസ് അവരിലുണ്ട്. എങ്ങനെയാണത്? സ്പർശാനുകൂല ഇവ സൂര്യകാന്താഹ അന്യ തേജോഭിഭവാത് വമന്തി. ഇവിടെ ശമാത്മകമായിട്ടുള്ള ശമപ്രധാനേഷു തപോധനേഷു ഗൂഢം ഹി ദാഹാത്മകമസ്തി തേജഃ. അതെന്താണ്? സ്പർശാനുകൂല ഇവ സൂര്യകാന്താഹ അന്യ തേജോഭിഭവാത് വമന്തി എന്നുള്ള ആശയത്തിന്റെ ഒരു വലിയ ആവിഷ്കാരം ഈ അഗസ്ത്യമുനിയിൽ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. അതാണ് കാളിദാസൻ പറയുന്നത്. എന്താണ്? ശമപ്രധാനേഷു തപോധനേഷു. ശമപ്രധാനനാണ് തപോധനന്മാർ. ഈ തപോധനന്റെ അടുത്ത് വന്നാൽ എന്താണ്? വളരെ ശാന്തരായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഏത് കുട്ടിക്കും അവരെ കണ്ട ഒരു പേടിയും തോന്നില്ല. ഏത് ഹിംസ്രജന്തുവിനും അവരുടെ സാമീപ്യത്തിൽ എന്തുണ്ടാവില്ല? ഹിംസ്രഭാവങ്ങൾ ഉണ്ടാവുകയുമില്ല. അതാണ് നമ്മുടെ വാൽമീകിയുടെ ആശ്രമ പരിസരത്താണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ കൊണ്ടുപോയി വിട്ടത്. അതെങ്ങനെയുള്ളതാണ് ആ ആശ്രമം? അവിടെ വനദേവതയുണ്ട്. വനദേവതയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഋഗ്വേദത്തിലെ മന്ത്രം വൃഷാരവായ വദതേ യദുപാവതി ചിച്ചികഃ. ഒരു പ്രാണിയും എന്താണ്? തൻ ഇണയെ കിട്ടാതെ വിഷമിക്കാതിരിക്കുന്ന അവസ്ഥ ആണ് വേണ്ടത്, അല്ലെ? വിഷമിക്കാതിരിക്കുന്ന അവസ്ഥയാണ് വേണ്ടത്. ഇണയെ കിട്ടാതെ വിഷമിക്കാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള വനദേവതയുള്ള സ്ഥലം. വാൽമീകി മഹർഷിയുടെ പ്രഭാവം കൊണ്ട് അവിടെ എന്താണ്? അവിടെ മാനും അതുപോലെ സിംഹവും മയിലും എല്ലാം സർപ്പവും എല്ലാം എന്താണ്? സമാധാനമായിട്ട് വർത്തിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള അവരിൽ എന്താണ്? ഗൂഢമെങ്കിലും ദാഹാത്മകമായ തേജസ്സുണ്ട്, ദഹിപ്പിക്കാൻ പറ്റുന്ന തേജസ്സുണ്ട്. അത് എന്തുപോലെയാണ്? സ്പർശാനുകൂലാഹ ഇവ സൂര്യകാന്താഹ. സൂര്യകാന്ത കല്ല് ആർക്കും സ്പർശിക്കാവുന്ന കല്ലാണ്, വളരെ ശീതളമയാർന്ന കല്ലാണ്. പക്ഷേ അതിന് മറ്റൊരു തേജസ് അതിനെ അഭിഭവിക്കാൻ, കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വമിക്കും. അത് വമിച്ചാലോ അതിനെ സഹിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ അതിൽ ശാന്തമായി കിടക്കുന്ന, ആ നിദ്രാണമായി കിടക്കുന്ന, അല്ലെ, ഒരു ഡോർമെന്റ് സ്റ്റേജ്, അതിൽ നിൽക്കുന്ന ആ തേജസ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ കുത്തിനോവിച്ച് അതിനെ ഉദ്ദീപകമാക്കാൻ പാടില്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന വിന്ധ്യന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. അവിടെ താഴ്ന്നത് താഴ്ന്നു തന്നെ ഇരിക്കട്ടെ. അങ്ങനെ തന്നെയാണ് എന്ത് വേണ്ടത്? നിന്റെ ശിരസ് ഇരിക്കേണ്ടത്. അല്ലാതെ നിന്റെ അഹന്ത കൊണ്ട്, നിന്റെ മത്സര ബുദ്ധി കൊണ്ട് എന്താകാൻ പാടില്ല? മത്സരിച്ച് വൻപൻ ശക്തികൾ തമ്മിൽ മത്സരിച്ച് ലോകത്തിന്റെ ഗതിയെ തന്നെ വിഘ്നിതമാക്കാൻ പാടില്ല എന്നുള്ള വലിയ ഒരു സന്ദേശം ഇതിലൂടെ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ നിരപ്പാർന്ന ഈ പ്രതലത്തിൽ കുത്താലം. അപ്പൊ ഇവിടെ ഈ അഗസ്ത്യന്റെ ആ ചെറുപ്പം തന്നെയാണ് ഇവിടെ കുത്തൻ. കുത്തൻ എന്നുള്ളതിന് ചെറിയവൻ എന്നൊരർത്ഥം കൂടെ ഉണ്ടത്രേ. അപ്പൊ കുത്തമായ അലം കുറിയ എന്നൊരർത്ഥം കൂടി ഉണ്ടത്രേ. അപ്പൊ കുറിയവനാണ് എന്ത് ചെയ്ത്? കുറിയവർക്ക് വേണ്ടി തന്നെ സംവിധാനം ചെയ്തതായ ഒരു നിരപ്പാർന്ന സ്ഥലം. ഈ സ്ഥലത്ത് വർത്തിക്കുന്ന ആ ദേവൻ, അത് എങ്ങനെയാണ് വർത്തിക്കുന്നത്? ദേവിയോടൊപ്പം വർത്തിക്കുന്നവനായ ദേവൻ. ദേവിയോടൊപ്പം വർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏറ്റവും സംപ്രീതമായിട്ടുള്ള, അല്ലെ, സാംബ ശിവനാണ്, ഉമാമഹേശ്വരനാണ്. ആ മഹേശ്വരൻ നമ്മുടെ അപായങ്ങളെയെല്ലാം നീക്കിക്കളയുമാറാകട്ടെ. അപ്പൊ ദേവന്റെ ഭാവത്തിനും വലിയതായ പ്രാധാന്യമുണ്ട്, അല്ലെ? അമ്പയോടൊപ്പം വർത്തിക്കുക എന്ന് പറയുമ്പോൾ
നമുക്ക് അറിയാമല്ലോ, എപ്പോഴും ഒരാൾ എന്താണ് കുടുംബസമേതം, അല്ലെ, കുടുംബത്തോട് സമം ഇതനായിട്ട്, ഇതം സമ ഇതൻ സമം പോയവനായിട്ടിരിക്കും, ഏറ്റവും പ്രസന്നനായിരിക്കും. തനിയെ ഇരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആക്രമണ പ്രവണതയൊക്കെ ഉണ്ടാകുന്നത്. കാട്ടിലെ ഒറ്റയാനെ പോലെ തന്നെയാണ് നാട്ടിലെ ഒറ്റയാന്മാരും, അല്ലേ? കാട്ടിലെ ഒറ്റയാൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആക്രമണ പ്രവണനായിട്ട് നടക്കുന്നത് ഒറ്റയാൻ, അല്ലേ? ഒറ്റയാൻ ആനക്കൂട്ടത്തിൽ നിന്ന് ബഹിഷ്കൃതനാകുന്ന ആനയാണ്. ഒരു കൂട്ടത്തെ, ഒരു യൂഥത്തെ നയിക്കുന്ന ആന, നല്ല ബലിഷ്ഠരായിട്ട് നടക്കുന്ന സമയത്ത് എന്താണ്, എല്ലാ ആനക്കൂട്ടവും അവൻ പറയുന്നത് അനുസരിച്ച് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൽ ചെറിയ മറ്റൊരു ആന ശക്തനായി വരും. ആ ശക്തനായി വന്ന് അയാൾ കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുത്താൽ ഈ ആനയെ ആരും നോക്കാതെയാവും. അപ്പൊ ഇവനെന്തായി തീർന്നു? ഇവൻ പ്രതികാര വാഞ്ചയോട് കൂടിയിട്ട് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകണം. അതുകൊണ്ട് ഈ ഒറ്റയാൻ അപകടകാരിയായിരിക്കുന്നത്. ഈ അപകടം ഇത് മൃഗങ്ങളിൽ മാത്രമല്ല, ആനകളിൽ മാത്രമല്ല ഉള്ളത്, കാട്ടുപോത്തിലും ഇങ്ങനെയുള്ളതുണ്ട്. കാട്ടുപോത്തിലും മാത്രമല്ല, പിന്നെ എവിടെയുമുണ്ട് ഇത്. നാട്ടിലുള്ള സാധാരണ ഗൃഹസ്ഥന്മാരിലും ഉണ്ട്. വീടിന്റെ എന്താണ് ഭരണം ഒഴിയേണ്ട അവസ്ഥ വന്നാൽ ഒരു കലഹ പ്രവണത നമ്മളിൽ വന്നു ചേരും. അങ്ങനെയുള്ള സമയത്താണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? വാനപ്രസ്ഥനായിക്കൊള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന്റെ ഭരണങ്ങളിൽ ഇടപെടാതെ വാനപ്രസ്ഥാശ്രമം പറഞ്ഞിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എത്ര മനഃശാസ്ത്രപരമാണ് ആ ഒരു സംവിധാനം എന്നുള്ളത്. അപ്പൊ അതിന് കാട്ടിൽ പോകണമെന്ന് വ്യവസ്ഥയൊന്നുമില്ല. അതിനാണ് കാളിദാസനെ പോലെയുള്ള സുകവികൾ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെ? രഘു എന്താണ് ചെയ്തത്? രഘു എന്താണ് ചെയ്തത്? എല്ലാവരും പറഞ്ഞു അങ്ങ് പോകരുത്, കണ്ണുനീരോട് കൂടിയിട്ടുള്ള കരച്ചിൽ കണ്ടപ്പോ മനസ്സലിഞ്ഞു. എന്നാലോ താൻ ഉപേക്ഷിച്ച രാജൈശ്വര്യം സ്വീകരിച്ചില്ല. സർപ്പം അതിന്റെ ഉറ ഊരിക്കളയുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കുടുംബത്തിന്റെ ചുമതല തന്നിൽ നിന്ന് മാറ്റിക്കളയുന്നത്. സർപ്പം അതിന്റെ ഉറ ഊരിക്കളയുക. സർപ്പം ഈ ഒരു ഇത് പൊഴിക്കുന്നില്ലേ, അറിയാമല്ലോ അല്ലെ? അതിന്റെ മുകളിൽ നിന്ന് ഒരു തൊലി പോലെ അത് പൊളിച്ചു കളയും. അതുപോലെയാണ് അത് ഊരിക്കളയുന്നതെന്നാണ്. അത് ഊരിക്കളഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ആര് പറഞ്ഞാലും അതിനെ സ്വീകരിക്കാൻ കഴിയില്ല, ഒരിക്കലും പിന്നെ അത് സ്വീകരിക്കില്ല. ഇതുപോലെ വേറൊരു ഉപേക്ഷ പറയുന്നത് എവിടെയാണ്? ഊർവാരുഗമിവ ബന്ധനാത് മൃത്യോഹോ മുക്ഷീയമാ അമൃതാത്. ഊർവാരുഗം ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് പോലെ. എന്താണ്? മൃത്യുവിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടട്ടെ. അമൃതാത്, അമരതയിൽ നിന്ന് ഒരിക്കലും നമ്മൾ വേർപ്പെടുവാൻ ഇടവരരുത്. അവിടെ എന്താണ്? ഊർവാരുകം, അല്ലെ? വെള്ളരിക്ക പോലെയുള്ള ഫലങ്ങളാണത്. വെള്ളരിക്ക തന്നെ ആവുന്നില്ല, അതുപോലെയുള്ള ഫലങ്ങൾ. ആ ഫലങ്ങൾ എന്താണ്? പക്വത വന്ന് ഞെട്ടിൽ നിന്ന് വേർപ്പെട്ടാൽ പിന്നെ അത് ഞെട്ടിനോട് ചേരുകയില്ല. അതിന്റെ മുൻപ് നമ്മൾ മുറിച്ചെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ശാസ്ത്രജ്ഞന് അത് ചേർത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തന്നെ, നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാറില്ലേ? എന്തൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ചേർത്ത് വെച്ചിട്ട് അത് ബന്ധിപ്പിക്കാൻ പറ്റും, പുനർബന്ധിപ്പിക്കാൻ പറ്റും. പക്ഷെ അപ്പോ ഒരിക്കലും ബന്ധിക്കപ്പെടാത്ത, അതുകൊണ്ടാണ് അവിടെ ഊർവാരുഗത്തിന്റെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു ഉപമ അവിടെ പറഞ്ഞിരിക്കുന്നു. പ്രകൃത്യ വേർപ്പെടുന്ന വേർപ്പെടൽ, അത് പിന്നെ ഒരിക്കലും ചെയ്യില്ല. അതുപോലെ തന്നെയാണ് സർപ്പം അതിന്റെ ഉറ പൊളിച്ചു കളയുന്നത് പോലെയാണ് കുടുംബഭാരത്തിൽ നിന്ന് ഒഴിവാകുന്നത്. ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കുക, അതിലൊന്നും വിരോധമില്ല. പക്ഷെ എന്താകാൻ പാടില്ല? നോ അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ പാടില്ല. അവിടെ പോയിട്ട് നമ്മുടെ അധികാരം നമ്മൾ വിനിയോഗിക്കാൻ പാടില്ല. പേരക്കുട്ടികളെ കളിപ്പിക്കാം, അതിനൊന്നും വിരോധമില്ല. നമ്മളോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അത് പറയാം. ശ്രേയസ്കരമായ ചോദ്യം, നമ്മുടെ അനുഭവങ്ങൾ. വൃദ്ധന്മാരാണ്. വൃദ്ധൻ എന്താണ്? വൃദ്ധി പ്രാപിച്ചവനാണ്. ജ്ഞാനത്തെ വൃദ്ധി പ്രാപിച്ചവൻ, വിരക്തിയിൽ വൃദ്ധി പ്രാപിച്ചവൻ, വിവേചനത്തെ വൃദ്ധി പ്രാപിച്ചവൻ. നമ്മുടെ അറിവ് എന്തിനുള്ളതാണ്? ലോകത്തിനുള്ള. അതിനാണ് നമ്മൾ ഈ ഷഷ്ടിപൂർത്തിയും സപ്തതിയും ഒക്കെ ആഘോഷിക്കുന്നത്. ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ സപ്തതി ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അശീതി എന്തിനാണ് ആഘോഷിക്കുന്നത്, എന്തിനാണ് ശതാഭിഷേകം എന്നൊക്കെ ചോദിക്കാറുണ്ട്. വെരി ക്ലിയർ. നമ്മുടെ മഹർഷിമാർ നമ്മുടെ ബുദ്ധി എവിടെ ചെന്നെത്തുന്നില്ലയോ അവിടെയാണ് ഋഷിതുല്യരായിട്ടുള്ള കവികൾ നമുക്കിത് പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നിരിക്കാം. എങ്ങനെയാണ്? ദിലീപനും സുദക്ഷിണയും കൂടെ കാട്ടിലേക്ക് പോവുകയാണ് വസിഷ്ഠ മഹർഷിയെ കാണാനായിട്ട്. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് രാജാവും രാജപത്നിയും വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇടയക്കുടലുകളിലുള്ള വൃദ്ധന്മാരെല്ലാം ഏറ്റവും നല്ല പാരിതോഷികങ്ങളായിട്ട് രാജാവിന്റെ അടുത്ത് വരികയാണ്.
ഏറ്റവും നല്ല പാരിതോഷികം, അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പാരിതോഷികം കൊടുക്കാവുന്ന എന്താണ്? തലേ ദിവസത്തെ പാലിൽ നിന്നെടുത്ത നല്ല വെണ്ണ. ഇടയന്മാരാണ് അവര്. അതല്ലാതെ അവർ വേറെ എന്താണ് പൊന്നും ഇതൊന്നും അല്ല കൊണ്ടുവരുന്നത്. നല്ല ഏറ്റവും പുതിയ വെണ്ണയും കൊണ്ട് അവർ രാജാവിനെ കാണാൻ രാജാവിന്റെ അടുക്ക വന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോ രാജാവ് അത് സ്വീകരിക്കുമ്പോൾ രാജാവ് എന്താണ് ചെയ്യുന്നത്? അപ്പോഴത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, രാജാവ് അവരെ അങ്ങോട്ട് ബഹുമാനിക്കുകയാണ് ഈ വൃദ്ധന്മാരെ. എങ്ങനെയാണ്? ഹയ്യം ഗവീനമാതായ ഘോഷവൃദ്ധാൻ ഉപസ്ഥിതാൻ നാമധേയാനി പൃച്ഛന്തൗ വന്യാനാം മാർഗശാഖിനാം. രാജാവും രാജപത്നിയും ഈ ഹയ്യങ്കവീനം കൊണ്ട്, ഹയ്യങ്കവീന തലേ ദിവസത്തെ പാലിൽ നിന്നെടുത്ത വെണ്ണയാണ്, അതിനെയും കൊണ്ടുവന്ന ആ ഘോഷവൃദ്ധന്മാരോട്, ഇടയക്കുടലുകളുടെ വൃദ്ധന്മാരോട് അവരെ ബഹുമാനിച്ച ആ ബഹുമാന പ്രകാരമാണ് എന്താണ്? വന്യാനാം മാർഗശാഖിനാം നാമധേയാനി പൃച്ഛന്തൗ. വഴിയിൽ നിൽക്കുന്ന വനവൃക്ഷങ്ങളുടെ പേരുകൾ ചോദിച്ചു. ആ വൃക്ഷത്തിന്റെ പേരെന്താണ്? ഈ വൃക്ഷത്തിന്റെ പേരെന്താണ് എന്ന് രാജാവും രാജപത്നിയും ആ വൃദ്ധന്മാരോട് ചോദിച്ചു. എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ പേര് ചോദിച്ചറിയാന്നല്ല, അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയാണ് നമ്മൾ ഏകസംബന്ധിജ്ഞാനം അപരസംബന്ധിജ്ഞാപകം. ഒന്നിനെ കുറിച്ചുള്ള അറിവ് മറ്റൊന്നിനെ കുറിച്ചുള്ള അറിയിപ്പാണ്. രാജാവിന്റെ അറിയാത്തതും ഈ വൃദ്ധന്മാർക്ക് അവരുടെ ദീർഘകാലത്തെ ലോകപരിചയം കൊണ്ട് അറിയുന്നതുമായ കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയുക. അതാണ് അത്. ശരിക്കും അവരുടെ അനുഭവം ചോദിച്ചറിയല്ലേ ചെയ്യുന്നത്. അതാണ് അവർക്കുള്ള ബഹുമാനം എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ കാലവും അവർ പറയും ഈ വൃക്ഷത്തിന്റെ പേര് നമ്മുടെ രാജാവും എന്താണ് രാജപത്നിയും എന്നോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ പരം അവർക്ക് എന്താണ് വേണ്ടത്? അപ്പോ വൃദ്ധന്മാരോട് അവരുടെ അറിവിനെ ചോദിച്ചറിയാനുള്ള അവസരങ്ങളാണ് നമ്മുടെ ഷഷ്ടി പൂർത്തിയും സപ്തതിയും എല്ലാം, ശതപൂർണിമയും എല്ലാം. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതിൽ നിന്ന് എടുക്കുക, അവരിൽ നിന്ന് അവരുടെ ലോകപരിചയം നമ്മൾ വാങ്ങിയെടുക്കുക. അതാണ്. അവരെല്ലാവരും എഴുതി വെച്ചുകൊള്ളണമെന്നില്ല. അപ്പോഴാണ് നമുക്കത് പറ്റുക, അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് പോലെ, അല്ലേ? ഞാൻ എന്താണ് പൂർവ്വശാസ്ത്രജ്ഞന്മാരുടെ എന്താണ് ഐസക് ന്യൂട്ടന്റെ തോളിൽ നിന്നത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹം കണ്ടതിലപ്പുറം കാണാൻ കഴിഞ്ഞത്. ഐസക് ന്യൂട്ടന്റെ ചുമലിൽ ഞാൻ നിന്നത് കൊണ്ടാണ് അദ്ദേഹം കണ്ടതിനപ്പുറം എനിക്ക് കാണാൻ കഴിഞ്ഞത്. എത്ര വിനയത്തോടു കൂടിയ ഒരു പ്രസ്താവമാണ്. പക്ഷെ അതേപടി തന്നെ നമ്മളിൽ പലരും, ഇന്നത്തെ വ്യാഖ്യാതാക്കന്മാർ പലരും പറയും എന്തൊരു അഹങ്കാരിയാണ് ആ ശാസ്ത്രജ്ഞൻ എന്ന് പറയും. ഞാൻ ഐസക് ന്യൂട്ടന്റെ ചുമലിൽ നിന്നു എന്നാണ്. ഐസക് ന്യൂട്ടൻ എന്നെ വാത്സല്യപൂർവ്വം അദ്ദേഹത്തിന്റെ ചുമലിൽ പേറിയത് കൊണ്ടാണ്, അതല്ലേ? അപ്പോ എന്താണ് അദ്ദേഹത്തിന് ചുമൽ കയറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അദ്ദേഹം കണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നു, അതെനിക്ക് കിട്ടി. അപ്പോ അതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ എനിക്ക് ഐസക് ന്യൂട്ടൻ കണ്ടതിന്റെ അപ്പുറം കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ ശാസ്ത്രം എടുത്തു നോക്കുക, ഇന്നത്തെ ശാസ്ത്രം എവിടം വരെ എത്തിയിരിക്കുന്നു എന്ന് ഒരു വിദ്യാർത്ഥിയിലേക്ക് പകർന്നു കൊടുത്താൽ ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനപ്പുറം കാണാൻ കഴിയും. അപ്പോ അങ്ങനെയാണ്, അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഓരോരുത്തരിലും ഉള്ളതായ കണ്ടെത്തലുകൾ നമ്മളിലേക്ക് പകർന്നു കിട്ടുകയാണ്. ആ പകർന്നു കിട്ടുമ്പോഴാണ്, അതല്ലേ, മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ടുവരുന്ന തടി കണ്ടിട്ട് ഈ തടി ചെറുതാക്കി മുറിച്ചാലും ഇത് ഉരുളും. അങ്ങനെ ഉരുളുന്ന ഇതിനെ എന്താണ് ഒരു കേന്ദ്രത്തിൽ അതിനെ ഉറപ്പിച്ചാൽ, അതിനെ തിരിച്ചാൽ, അതിന്റെ ഒരു ഭാഗത്ത് ഒരു ആണി അടിച്ചാൽ, അത് നേരത്തെ പറഞ്ഞതുപോലെ സമയം എന്താണ് വരികയും മുകളിലേക്ക് വരികയും താഴേക്ക് വരികയും ചെയ്യും. അതിനോട് ഘടിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാക്കാം? പിസ്റ്റൺ ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? ചക്രം ഇങ്ങനെ തിരിയുമ്പോൾ അതെന്താണ്, അതിനൊരു ആണി വെക്കുക, ആ ആണിയോട് ഘടിപ്പിച്ചാൽ എന്താണ്? പിസ്റ്റൺ പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്നുള്ള അറിവ് നമുക്ക് മുമ്പ് കിട്ടിയത് കൊണ്ടാണ് പിന്നെ ഒരാൾ അതിന്റെ അപ്പുറമാണ് ചിന്തിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിധത്തിൽ എന്താണ് വൃദ്ധരിൽ നിന്ന് അവരുടെ അറിവുകളെ സ്വീകരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ വിധത്തിൽ എന്താണ് ഇവിടെ നമ്മൾ എന്താണ് കുറിയവനായിട്ടുള്ള ആ അഗസ്ത്യമുനി എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം എപ്പോഴും ആ കുറിയ അവസ്ഥ അഹങ്കാരനാശത്തിനാണ് വിനിയോഗിച്ചത്. നഹുഷന്റെ കഥ നമുക്ക് അറിയാം. നഹുഷൻ എന്താണ് ഇന്ദ്രനായപ്പോ ഇന്ദ്രാണിയെയും തനിക്ക് അവകാശപ്പെട്ടതല്ലേ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ഏറ്റവും വലിയ പൊങ്ങച്ചം കാണിച്ചു.
എന്താണ് അവിടെ പല്ലക്കുണ്ടാക്കി, പല്ലക്ക് ചുമക്കാൻ സപ്തർഷികളെ നിയോഗിച്ചു. സപ്തർഷികളിൽ കുറിയവനായിരുന്നു ആര്? അഗസ്ത്യൻ. അപ്പോ ഇദ്ദേഹത്തിനാണെങ്കിൽ തിടുക്കമായി, വേണ്ടാത്തരം കാണിക്കാൻ തിടുക്കം കൂടുമല്ലോ. അപ്പോ ഈ അഗസ്ത്യൻ ചെറിയവനായത് കൊണ്ടാണ് എന്തായി തീർന്നത്? ആ പല്ലക്കിന്റെ ഗമനം പതുക്കെയായി തീർന്നത്, അല്ലെ? ഒരു കൂട്ടമായിട്ട് നമ്മളൊരു സമൂഹമായിട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും വേഗം കുറഞ്ഞ ആളുടെ വേഗമാണ് ആ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ വേഗം. അതുപോലെ ഒരു ചങ്ങല എടുത്താൽ അതിൽ ഏറ്റവും ദുർബലമായ കണ്ണിയുടെ ബലമാണ് ആ ചങ്ങലയുടെ ബലം. ബാക്കി എല്ലാ കണ്ണികളും നല്ല ബലമുണ്ട്. ഇടയ്ക്ക് ഒരു കണ്ണി ബലം കുറവാണെന്നുണ്ടെങ്കിൽ ആ ചങ്ങല പൊട്ടുക തന്നെ ചെയ്യും. അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത്? അഗസ്ത്യന്റെ ആ പൊക്കക്കുറവ് സഹിക്കാൻ വയ്യാതെ വന്നു. അപ്പോഴാണ് മേന പല്ലക്കൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിൽ ചവിട്ടിക്കൊണ്ട് സർപ്പ വേഗം സർപ്പണം ചെയ്യൂ എന്ന് പറഞ്ഞു, അല്ലെ? സർപ്പ ഇതി വദംസ്ത്വം സർപ്പയേവ ഭവ എന്ന് ശപിക്കുകയും ചെയ്തു. സർപ്പ എന്ന് പറയുന്ന നീ സർപ്പമായി തീരും. അപ്പൊ ഈ അഗസ്ത്യന്റെ ഈ കുറിയ ഈ ഭാവം അതെന്താണ്? കുറിയവൻ, അവർക്കും ഇവിടെ ജീവിക്കണം. എന്ത് പോരാ? ഇവിടെ ഉന്നത ശീർഷന്മാർക്ക് മാത്രം ജീവിച്ചാൽ പോരാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവന്റെ അവസ്ഥയിലേക്ക് നീ വരിക, അല്ലേ? അല്ലെങ്കിൽ അവനെ ഉയർത്താൻ നീ ശ്രമിക്കുക. അങ്ങനെ എന്തായി തീരുക? അങ്ങനെ അവിടെ ഒരു സമത്വത്തിലേക്ക് വരിക. ഈ വലിയ സന്ദേശമാണ് ആര് തരുന്നത്? അഗസ്ത്യൻ നമുക്ക് തരുന്നത്. ആ അഗസ്ത്യനാൽ സംവിധാനം ചെയ്യപ്പെട്ടതായ ഈ സ്ഥാനത്ത് ദേവിയോടൊപ്പം വർത്തിക്കുന്ന, ഏറ്റവും സുസംപ്രീതനായി വർത്തിക്കുന്ന ആ ദേവൻ നമുക്ക് അനഭിമതങ്ങളായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മെ രക്ഷിക്കട്ടെ, അപായങ്ങളെ നീക്കിക്കളയട്ടെ എന്ന് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഒരു സംശയം, സങ്കിരന്തേ മുനീന്ദ്ര, അതെന്താണ് സങ്കിരം? മുനീന്ദ്രാഹ സങ്കിരണം ചെയ്യുക, പ്രകീർത്തിക്കുക. സങ്കിരതേ, സങ്കീർത്തിക്കുക, പ്രകീർത്തിക്കുക. മുനിമാർ ഇപ്രകാരമായി സങ്കീർത്തനം ചെയ്യുന്നു, പ്രകീർത്തിക്കുന്നു. അവിടെ വർത്തിക്കുന്ന അദ്ദേഹം നമ്മെ രക്ഷിക്കട്ടെ. നിത്യാപായാത് സപായാൻ മലയ ശിഖരി ഭൂഷായമാണ അദ്രിഖണ്ഡ പ്രസ്ഥേ ഉത്താലനാമാങ്കിത മണിസദനെ സ്ഫൂർത്തിമീതോംബയാന യം വിന്ധ്യസ്തംഭി കുംഭോദ്ഭവ മുനികര സംഭാവിതത്വാ വിമോക്ഷാവസ്ഥാ സംസ്ഥാനം ഏകാത്മകമതിസുലഭം സങ്കിരന്തേ മുനീന്ദ്രാഹ. അടുത്ത ഞാൻ എഴുതിയതും കൂടെ ഒന്ന് വായിക്കാം. ചൊല്ലു. മലയപർവ്വതത്തിൻ അലങ്കാരമാകും പർവ്വതമുകളിലെ ഭൂപരപ്പിൽ കുത്താലമെന്നു പ്രശസ്തിയാർന്നു രത്നപ്രഭചിന്തും മന്ദിരത്തിലിരുന്നരുളും പരമശിവനെ വിന്ധ്യപർവ്വതസ്തംഭിയാം അഗസ്ത്യമുനി ബഹുമാനിച്ചുവല്ലോ. അതിനാൽ ഏകാത്മകം അതിസുലഭം മോക്ഷം ലഭിക്കുമിടത്താണാ ദേവൻ വാഴുന്നതെന്നു ചൊല്ലി മുനിവൃന്ദമാ പരമേശ്വരനെ പ്രകീർത്തിച്ചിടുന്നു. സംസാരസാഗര തരണത്തിനവലംബമായവിടെ അംബാസമേതനായി വാഴുമാ മഹാദേവൻ അപായങ്ങളിൽ നിന്നു നമ്മെ രക്ഷിച്ചിടട്ടെ സദാ. നന്നായിട്ടുണ്ട്. അടുത്തതിലേക്ക് പോവാം. ആശാപാശപ്രണാശായ ഹി ഭവതു ഭവാരണ്യദാവാനലോനോ നാമന്വർത്ഥം വിധിത്സൻ ഭുവനസു വിദിതേ വർക്കരക്ഷേത്രരാജേ യോ വിഷ്ണുരാജതേ ജാഗത നിരുപമ തീർത്ഥാശ്രയീഭൂതപാദ സോയം സർവാന്തരാത്മാ ജനനമരണരൂപാന്ധസിന്ധൗർവന്നി ആശാപാശപ്രണാശായ ഹി ഭവതു ഭവാരണ്യദാവാനലഃ നഃ നാമ അന്വർത്ഥം വിധിത്സൻ ഭുവനസുവിദിതേ വത്കലക്ഷേത്രരാജേ. അത് വർക്കലക്ഷേത്രരാജേ എന്ന് തന്നെ
പറയാവുന്നതാണ് വക്കല എന്നുള്ളത്. ക്ഷേത്രരാജേ യഹ വിഷ്ണുഹു രാജതേ. വിഷ്ണു രാജതേ എന്നുള്ളത് വിഷ്ണുഹു രാജതേ എന്നാണ് സന്ധി പിരിക. വിഷ്ണുഹു രാജതേ ജാഗത നിരുപമ തീർത്ഥാശ്രയീഭൂത പാദഃ. ജാഗത നിരുപമ തീർത്ഥാശ്രയീഭൂത പാദഃ സഹ അയം സർവാന്തരാത്മാ ജനന മരണ രൂപ അന്ധ സിന്ധൗർവന്യഹി എന്ന് അതിൻ്റെ സന്ധിച്ഛേദം. അപ്പോ ഇവിടെ എന്താണ്? വർക്കല ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ആ ദേവൻ നമ്മെ രക്ഷിക്കട്ടെ. ആ ദേവൻ നമുക്ക് എന്തിന് കാരണമായി തീരട്ടെ എന്നാണ്. സഹ ആശാപാശ പ്രണാശായ ഭവതു. ആശാപാശ പ്രണാശായ ഭവതു. ആശയാകുന്ന പാശത്തിന്റെ പ്രണാശത്തിന് ആയി ഭവിക്കട്ടെ. ആശയാണ് പാശം. ആശ എന്ന് പറഞ്ഞാൽ അഭിനിവേശം എന്നതിനർത്ഥം. ദിക്ക് എന്നൊരർത്ഥമുണ്ട് ആശ. ആശാമുഖം, ദിങ്മുഖം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആശയാകുന്ന പാശത്തിന്. അപ്പൊ നമ്മുടെ ആശ എന്താണ്? അഭിനിവേശമാണ്. അഭിനിവേശിക്കുകയാണ്. നിവേശിക്കുക എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നർത്ഥം. അഭിനിവേശിക്കുക എന്ന് പറഞ്ഞാലോ അഭിമുഖമായിട്ട് നിവേശിക്കുക. എന്താണ്? ഒന്നിന് ഒരു വസ്തുതയിലേക്ക്, അങ്ങനെ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഇതാണ് അഭിനിവേശം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്നിട്ട് എന്താണ്? അതിൽ സക്തമായിരിക്കുക. സക്തമാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഒട്ടിച്ചേർന്നിരിക്കുക, അതിൽ മുഴുകിയിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത്? ആശയം നമ്മൾ ആ ശക്തി എന്ന് പറയുന്നത്. ശക്തി എന്ന് പറഞ്ഞാൽ അതിൽ ശക്തമായിരിക്കുക, അതിൽ ഒട്ടിച്ചേർന്നിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആസക്തി. അപ്പൊ ആശയം ഉണ്ടാകുമ്പോൾ അതെന്തായി തീർന്നു? ആസക്തിയാകുന്നു, അതിൽ തന്നെ ഇരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ ഹരിക്കുന്നത്. മനോഹരം, ബന്ധുരം എന്നൊക്കെ പറയുന്നത്. ബന്ധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധിക്കുന്ന ശീലത്തോട് കൂടിയത്. നമ്മുടെ മനസ്സിനെ അവിടെ ബന്ധിക്കുന്നു എന്ന് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ബന്ധുരം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കാണാറില്ലേ? നമ്മളിപ്പോ ചിലപ്പോ എന്താണ്, ചിലപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ എന്താണ്, നമ്മൾ കുടുംബസമേതം പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കാണ് അങ്ങനെ ഒരു പ്രശ്നം വരിക. പുരുഷന്മാർക്ക് പിന്നെ അത്രയും സാരമില്ല, അതില്ലെങ്കിൽ വേറെ ഒരെണ്ണം എന്നുള്ള മട്ടില് മാറും. ചിലപ്പോൾ എന്താണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം കണ്ടു, അത് പക്ഷെ നോക്കുമ്പോൾ അത് സൈസ് അല്ല, കളർ കൊണ്ട് വേറെ നോക്കുമ്പോൾ എന്താണ്, കളർ കൊണ്ട് ചേരുന്നില്ല. അപ്പൊ അത് എടുക്കുക, വേറെ ഒന്നും എടുത്തിട്ട് പോരും. പിന്നെ പറയും എന്താണ്, എന്നാലും അതിൽ നിന്ന് മനസ്സിങ്ങോട്ട് പോരുന്നില്ല. മനസ്സവിടെ എന്തായിരിക്കുന്നു? സക്തമായിരിക്കുന്നു. ഈ ഭാവമാണ് ആസക്തി എന്ന് പറയുന്നത്. അപ്പൊ ആശ എന്താണ്? നമ്മളെ അവിടെ കെട്ടിയിടുന്നതാണ്. അതുകൊണ്ടാണ് ബന്ധുരമാണ്, നമ്മളെ ബന്ധിക്കുന്ന ശീലത്തോട് കൂടിയതാണ്. ആ ആശാപാശത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ആശാപാശത്തെ പ്രണശിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ നശിപ്പിക്കണം. ആ പാശത്തെ എന്താണ്? അത് ദ്രവിക്കണം, ദ്രവിച്ച് ഇല്ലാതെയാകണം. അതിന് എന്തായി തീരട്ടെ? ഈ ദേവൻ നമുക്ക് സഹായകമായിരിക്കട്ടെ. ഈ ദേവൻ എങ്ങനെയുള്ള ദേവനാണ്? ഭുവനവിദിതേ വത്കല ക്ഷേത്രരാജേ. ഭുവനവിദിതമായിട്ടുള്ള, ഭുവനത്തിൽ എല്ലായിടത്തും വിദിതമായിട്ടുള്ളത്, വിദിതം അറിയപ്പെട്ടത് അല്ലെ. വിദ് എന്നുള്ള ധാതുവിനർത്ഥം ജ്ഞാന് എന്നാണ്. അപ്പൊ വിദിതം ജ്ഞാതം എന്നർത്ഥം. എല്ലായിടത്തും ജ്ഞാതമായിട്ടുള്ള വത്കല ക്ഷേത്രരാജേ, വത്കലമെന്ന ക്ഷേത്രരാജനിൽ, ക്ഷേത്രങ്ങളുടെ രാജൻ ക്ഷേത്രരാജൻ, ക്ഷേത്രരാജനിൽ വത്കലമാണ്. നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാം. വത്കലം എന്ന ക്ഷേത്രരാജനിൽ ഭവാരണ്യദാവാനലഹ, ഭവാരണ്യത്തെ ഭവമായ അരണ്യത്തിന്റെ ദാവാനലനായിരിക്കുന്ന ദേവൻ. ഭവാരണ്യം, ഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭവിക്കൽ, വീണ്ടും വീണ്ടും ജനിക്കൽ അല്ലെ. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ ശയിക്കൽ, അതായത് വീണ്ടും ഉണ്ടാകൽ എന്നർത്ഥം. ഇതെന്താണ്? ഇത് അനന്തമായിട്ട് ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അങ്ങനെയുള്ള ആ അരണ്യത്തിന്, ഭവമാകുന്ന ഈ കൊടും കാടിനെ
ദാവാനലനായിരിക്കുന്നവൻ. ദാവം എന്ന് പറഞ്ഞാല് വനം എന്നർത്ഥം അല്ലെ. വിചചാരദാവം രഘുവംശത്തിൽ പറയുന്നു. എന്താണ് ദിലീപ് മഹാരാജാവ് വിചചാരദാവം, ദാവത്തിൽ വനത്തിൽ അദ്ദേഹം വിചരിച്ചു എന്നാണ്. അപ്പൊ ദാവാനലൻ എന്താണ്? കാട്ടുതീയെ എന്ന് അർത്ഥം. അപ്പൊ ദാവാനലൻ ആയിരിക്കുന്നവൻ, ഭവമാകുന്ന അരണ്യത്തിന് ദാവാനലനായിരിക്കുന്നവൻ, അതിനെ നശിപ്പിക്കുന്നവൻ. കാട്ടുതീ അങ്ങ് പിടിച്ചാൽ എന്താണ്? പച്ചമരം വരെ കത്തി അങ്ങോട്ട് പോകും. അപ്പോ ഭവസാഗരത്തിന്, ഭവാരണ്യത്തിന് ദാവാനലായിരിക്കുന്ന, ദാവാനലഹ ഇതി നാമ, ദാവാനലൻ എന്ന പേര് അന്വർത്ഥം വിധിത്സൻ, അന്വർത്ഥമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോ ഭവത്തെ അന്വർത്ഥമാക്കുക. അതാരാണ്? ശ്രീരാമചന്ദ്രനാണ്. അതിനെ നമുക്ക് പറയാം. ജ്യാഗത നിരുപമ തീർത്ഥ ആശ്രയീഭൂതപാദ, ജ്യാഗത നിരുപമ തീർത്ഥ ആശ്രയീഭൂതപാദ. ജ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി, ജിയോമെട്രി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഭൂമി അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളൊക്കെ അല്ലേ? ജ്യ എന്ന് പറഞ്ഞാല് ഭൂമി എന്നാണ് അർത്ഥം. ജ്യാഗത നിരുപമ തീർത്ഥ ആശ്രയീഭൂതപാദ, ഭൂമിയിൽ ഗതമായിട്ടുള്ള നിരുപമമായിരിക്കുന്ന തീർത്ഥത്തിന് ആശ്രയീഭൂതമായ പാദത്തോട് കൂടിയവൻ. അതായത് നിരുപമമായ ഈ തീർത്ഥത്തിന് ആശ്രയമാവുക. തീർത്ഥത്തിന് ആശ്രയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ആധാരം അല്ലെ? അതിന് ആധാരമായി വർത്തിക്കുന്ന പാദത്തോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ അവിടെ പാദം വിന്യസിച്ചിരിക്കുന്നവൻ, അതിനെ ആധാരമാക്കുക. ആധാരമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആധേയ ഭാവം. ആധാരം എന്തിൽ ഇരിക്കുന്നോ അതാണ് ആധാരം. അതിലിരിക്കുന്നതിനെ എന്തായിട്ട് പറയുന്നു? ആധേയമായിട്ട് പറയുന്നു. ആധാരമമ്മേ തവ ചെറുതല്ല ഇന്ദ്രജാലം നനച്ചാൽ ആധേയവും നീ അണുവിലുമൈതേ നിത്യസാന്നിധ്യം മൂലം. ആധാരങ്ങൾക്ക് ആധാരമാണ് ആര്? ദേവൻ അഥവാ ഈശ്വരശക്തി. ആധാരങ്ങൾക്ക് ആധാരം എന്താണ്? ഭൂമി നമുക്ക് ആധാരമാണ്. ആ ആധാരമാകുന്ന ഭൂമിക്കും ആധാരമാണ് ആര്? ഈശ്വരശക്തി എന്ന് പറയുന്നത്. ആധാരം. ആധേയം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിലകൊള്ളുന്നതൊക്കെ ആധേയമാണ്. ആ ആധേയങ്ങൾക്കൊക്കെ ആധേയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആധേയത്തിലും വർത്തിക്കുന്നത് ഈശ്വരശക്തി തന്നെ. അതായത് ജനങ്ങളിലും വസിക്കുന്ന, ജീവജാലങ്ങളിലും വസിക്കുന്നത് ഈശ്വരശക്തി തന്നെ. എങ്ങനെയാണ് അതിനെ നമ്മുടെ ലൗകിക ദൃഷ്ടിയിൽ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ ക്ലേശകരമായിട്ടുള്ളതാണ്. കുമാരനാശാൻ പറഞ്ഞ ആശയത്തിലേക്ക് നമ്മൾ തന്നെ എത്തിപ്പോകും. എന്താണ്? തന്നതില്ല വരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരന് ഉപായം ഈശ്വരൻ എന്ന് നമ്മൾ അവിടെ പറയും അല്ലെ? നമ്മുടെ അർത്ഥം പറഞ്ഞു വരുമ്പോ എന്താകും അർത്ഥം അല്ലെ? പരൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അപരൻ എന്നർത്ഥം. പരൻ എന്ന് പറഞ്ഞ അർത്ഥം പരനല്ലാത്തവൻ എന്താണെന്നാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെയൊക്കെ ശക്തി എത്ര ചെറുതാണ്, നമുക്ക് സാധിക്കുന്നില്ല. പരനെ നമ്മൾ അർത്ഥമായിട്ട് അപരൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ എങ്ങനെയാണ് പരൻ എന്ന അർത്ഥം കുട്ടിക്ക് ഗ്രഹിക്കാൻ കഴിയുക? അപ്പൊ അവിടെയാണ് നമ്മുടെ ഒരു പരിമിതി അവിടെ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജാഗത നിരുപമ തീർത്ഥ ആശ്രയീഭൂത പാദ, ഭൂമിയിലുള്ളതായ സമസ്തങ്ങളായ നിരുപമങ്ങളായ തീർത്ഥങ്ങളെയും ആധാരമായി വർത്തിക്കുന്ന പാദത്തോട് എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിതി ചെയ്യുന്ന, അവിടെ കുടികൊള്ളുന്നവനായ യഹ വിഷ്ണു രാജതേ, അങ്ങനെ ഏതൊരു വിഷ്ണു രാജിക്കുന്നുണ്ടോ ആ വിഷ്ണു എങ്ങനെയുള്ള ആളാണ്? ജനന മരണ രൂപ അന്ധ സിന്ധ ഉർവവന്യഹി, ജനന മരണ രൂപമായിട്ടുള്ള അന്ധ സിന്ധുവിനെ എന്താണ്? ഔർവവന്യായിരിക്കുന്നവൻ എന്നർത്ഥം. ജനന മരണ രൂപത്തിലുള്ളതായിട്ടുള്ള അന്ധമായ സിന്ധുവിനെ, സിന്ധു എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. സിന്ധു നദി എന്നർത്ഥമുണ്ട്, സമുദ്ര നദി എന്നർത്ഥമുണ്ട്, സമുദ്രം എന്ന്
അർത്ഥമുണ്ട്. ആ സമുദ്രത്തിലെ ഔർവാഗ്നിയാണ്. ഔർവാഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔർവാഗ്നി ഊരുവിനുള്ള അഗ്നി എന്നാണ് അർത്ഥം. പണ്ട് സൂര്യന്റെ പത്നിയായ ആർക്കാണ്? സംജ്ഞയ്ക്ക് സൂര്യന്റെ തേജസ് സഹിക്കാൻ വയ്യാതെയായപ്പോൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? സൂര്യനിൽ നിന്ന് കുറെ തേജസ്സിനെ, അത് ഗുരുക്കളിൽ നിന്ന് കുറെ തേജസ്സിനെ അവിടുന്ന് രാഗിയെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഊരുവിൽ നിന്ന് ഉണ്ടായത് എന്ന അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്? ഔർവ അഗ്നി എന്ന് പറയുന്നത്. അതിനെ ബടവാഗ്നി എന്നും പറയും. ബടവാഗ്നി എന്ന് പറയാൻ കാരണം അത് ബടവായുടെ ആകൃതിയിലാണ് അതിൽ വർത്തിക്കുന്നത്. ബടവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെൺ സിംഹം, സിംഹമല്ല, അശ്വം. ആ അശ്വത്തിന്റെ ആകൃതിയിലാണത് വർത്തിക്കുന്നത്. ബടവായുടെ ആകൃതി, കോവർ കഴുത എന്നും അതിനർത്ഥം പറയുന്നുണ്ട്. അതിന്റെ ആകൃതിയിൽ വർത്തിക്കുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ബടവാഗ്നി എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രത്തിൽ എന്താണ്? സമുദ്രത്തിൽ എപ്പോഴും വർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയാണ് ബടവാഗ്നി. നമുക്ക് ഉള്ള ഭവസാഗരമാകുന്ന ഈ സമുദ്രത്തിലെയും ബടവാഗ്നിയായിട്ടാണ് ആര് വർത്തിക്കുന്നത്? ഈ തേജസ്, ഈ ദേവചൈതന്യം അവിടെ വർത്തിക്കുന്ന, ഈ ശ്രീരാമ ചൈതന്യം അവിടെ വർത്തിക്കുന്നത്. ജനാർദ്ദനൻ എന്ന പേരിലാണല്ലോ വർത്തിക്കുന്നത്. ജനാർദ്ദനൻ. ജനാർദ്ദനൻ എന്താണ്? ജനനത്തെ അർദ്ദനം ചെയ്യുന്നത്, ജനികളെ അർദ്ദനം ചെയ്യുന്നവൻ. ജനികളെ എന്ന് പറയുമ്പോൾ ജനിമൃതികളെ അർദ്ദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഭേദിക്കുക, ഇല്ലാതെയാക്കുക എന്നർത്ഥം. അങ്ങനെ ജനന മരണ രൂപ അന്ധ സിന്ധ ഊർവവന്നി, അന്ധമായ ആ ഔർവവന്നി അന്ധമാണ്, നമുക്കതിൻ്റെ കാണാൻ കഴിയുന്നില്ല. ഇതിന്റെ പാരം, മറുകര എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് നമ്മളെ അന്ധമാക്കി തീർക്കുന്നു. അങ്ങനെയുള്ള ആ സമുദ്രത്തിലെ ഔർവവന്നി സഹ അയം, അതെന്താണ്? അത് യഥാർത്ഥത്തിൽ സർവ അന്തരാത്മാവ് തന്നെയാണ്. ആ സർവ അന്തരാത്മാവായിരിക്കുന്ന ആ ദേവൻ സഹ ഹി, അദ്ദേഹം നമുക്ക് എന്തായി തീരട്ടെ? ആശാപാശ പ്രണാശായ ഭവതു, ആശാപാശങ്ങളുടെ പ്രണാശത്തിനായിട്ട് ഭവിക്കട്ടെ എന്ന് അർത്ഥം. ഈ ഇതിന് ഈ പേര് വൽക്കലം എന്ന പേര് അതിന് കിട്ടാൻ കാരണം, അതിന് ഐതിഹ്യം പറയുന്നത് ബാലഖില്യന്മാർ പണ്ട് എന്താണ് ചോദിച്ചു അത്രേ. ആരോട് ചോദിച്ചു? ബ്രഹ്മാവിനോട് ചോദിച്ചു, നമുക്ക് ഈ പാപപരിഹാരത്തിന് വേണ്ടി, അറിഞ്ഞിട്ടും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞിട്ട് ചെയ്ത പാപങ്ങളുണ്ട്, അറിയാതെ ചെയ്തു പോയ പാപങ്ങളും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് പഞ്ചസൂനാസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉരല്, അമ്മി, ഉദകുംഭം, ജലകുംഭം, അതുപോലെ സമ്മാർജിനി, ചൂല്, പിന്നെന്താണ് അടുപ്പ്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? പല ജീവികൾക്കും പ്രാണാപായം വരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അതെന്താണ്? അത് ഒരു സൂനാസ്ഥാനം എന്ന് പറയും. പ്രാണിഹിംസ നടക്കുന്ന സ്ഥാനങ്ങളാണ്. അപ്പൊ ഈ സ്ഥാനങ്ങളിൽ എന്തുണ്ടാണ്ടി പ്രാണിക്ക് വളരെ കൂടുതൽ നമ്മൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് വാഹനമൊന്നും പറഞ്ഞിട്ടില്ല, അല്ലേ? നമ്മൾ ചൂലുകൊണ്ട് നമ്മൾ എന്താണ് മുറ്റമടിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ എന്താണ് മാർജനം ചെയ്യുമ്പോൾ പോലും എന്തുണ്ടാവുന്നുണ്ട്? പ്രാണികൾക്ക് ഹിംസ വരുന്നുണ്ട്. അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്. 5 യജ്ഞങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോ അത്രയും എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? പാപപരിഹാരം. ഒരു ജീവിക്കും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മെ സൃഷ്ടിച്ച ആ ശക്തി തന്നെയാണ് ഈ ജീവിയെയും സൃഷ്ടിച്ചത്. അവിടെ നമുക്ക് എന്ത് അധികാരമാണ് മറ്റൊരു ജീവിയെ കൊല്ലാൻ ഇരിക്കുന്നത് എന്നുള്ളത്? അപ്പോ അങ്ങനെയുള്ള ആ ദേവൻ നമുക്ക് എന്ത് ചെയ്യട്ടെ? എല്ലാറ്റിനും അന്തരാത്മാവെ വർത്തിക്കുന്ന ആ ദേവൻ നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ആശാപാശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ നമ്മെ രക്ഷിക്കും. അതിന് ഏറ്റവും പറ്റിയ ദേവൻ ആരാണ്? ഈ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. അപ്പൊ ഇവർ ചോദിക്കാൻ, ബാലഖില്യന്മാർ ചോദിച്ചു, എവിടെ ഇരുന്നാണ് ഞങ്ങൾ തപസ് ചെയ്യേണ്ടത്? നാരദൻ ഒരു വൽക്കലമെടുത്ത് അത് മുകളിലേക്ക് എറിഞ്ഞു എന്നാണ്. വൽക്കലം മുകളിലേക്ക് എറിഞ്ഞു. ഇത് എവിടെ ചെന്ന് വീഴുന്നുവോ അവിടെ ഇരുന്ന് നിങ്ങൾ തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ വൽക്കലം വന്ന് വീണ സ്ഥലമാണത്രേ വൽക്കലം എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ സ്ഥലമാണ് എന്തായി തീർന്നത്? വൽക്കലം പറഞ്ഞ് വർക്കലം ആയി തീർന്നത്.
വർക്കലം രലയോരഭേദമുണ്ട് സംസ്കൃതത്തില്. രാക്കും ലാക്കും അഭേദമുണ്ട് അല്ലെ. നാലികേരം, അതിനെന്തും കൂടെ പറയും, നാലികേരം, നാരികേലം എന്ന് പറയും. നാരികേലം, നാളികേരം, നാരികേലം എന്ന് പറയും. രലയോഹോ അഭേദ. അപ്പൊ എന്താണ് വൽക്കലം എന്നുള്ളത് എന്തായി തീർന്നു? വർക്കലം. അങ്ങനെയാണത് വർക്കലമായി തീർന്നതെന്നാണ് അവിടെ സംഗതി. അപ്പൊ ഇവിടെ ഈ വൽക്കലം മാത്രമല്ല, ഈ ജനാർദ്ദനൻ ആരാണ്? ജനാർദ്ദനൻ തനിയെ വൽക്കലം സ്വീകരിച്ചവനാണ് ജനാർദ്ദനൻ. ആ കഥ നമുക്ക് അറിയാം. അച്ഛൻ ദശരഥനാണ് രാമനെ വിളിച്ചിട്ട് പറഞ്ഞത്, രാമ നാളെ നിന്റെ അഭിഷേകമാണ്, അതുകൊണ്ട് നീയും പത്നിയും കൂടി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. ആ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അഭിഷേകം ചെയ്യാൻ സമയത്താണ് എന്ത് പറയുന്നത്? ദശരഥൻ പറയുന്നത്, നിന്നെ അഭിഷേകം ചെയ്യുന്നില്ല, നീ കാട്ടിലേക്ക് പോവുക. എങ്കിൽ പിന്നെ എന്തിനാച്ചാ എന്നെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിച്ചതെന്ന് ചോദിക്കും ന്യായമായിട്ട്. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും, പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് ഈ പണി ചെയ്യിച്ചത് എന്ന് ചോദിക്കും. ഒന്നും ചോദിച്ചില്ല. അച്ഛൻ എന്ത് പറഞ്ഞു? അതിന് അക്ഷരം പ്രതി അനുസരിച്ചു. അതിനെ ശിരസാ വഹിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയ ദേവനാണ് അല്ലെ. ഓരോരുത്തരോടും ചെന്ന്, അമ്മമാരോടൊക്കെ ചെന്ന് അനുമതി ചോദിച്ചു. കൈകേയി മാതാവിനോട് ചെന്ന് അനുമതി ചോദിച്ചു. കൈകേയി മാതാവ് ഒന്നും പറഞ്ഞില്ല, വൽക്കലമെടുത്തങ്ങ് കൊടുത്തു. പോയി അങ്ങ് പോയിക്കൊള്ളൂ അല്ലേ. സാധ്വിയായ ആ അമ്മ വൽക്കലമെടുത്ത് കൊടുത്തു. രാമായണ മാസം വരാൻ പോകുന്നു. നമ്മൾ വളരെ ഗാഢമായി ചിന്തിക്കേണ്ട ഒന്നാണ്. കൈകേയിയെ നമ്മൾ എന്തായി കാണണോ എന്നുള്ളത്. ദുഷ്ട സ്ത്രീയായി കാണണോ അതോ ശിഷ്ട സ്ത്രീയായി കാണണോ? ദുഷ്ടയാണോ ശിഷ്ടയാണോ എന്ന് ചോദിച്ചാൽ ശിഷ്ടതമ എന്നേ ഞാൻ പറയും. ഏറ്റവും ശിഷ്ടയായ ഒരു ദേവിയാണ് ഈ കൈകേയി ദേവി. അപ്പൊ എന്താണ്, രാമൻ അതും കൊണ്ട് കാനനത്തിലേക്ക് പോയി. എന്നിട്ട് എന്താണ്, അവിടെ അതികഠിനമായിട്ടുള്ള ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. ശരിക്കും അസിധാരാ വ്രതം തന്നെ അനുഷ്ഠിച്ചു രാമൻ. അസിധാരാ വ്രതം എന്താണ്? അസിധാരാ വ്രതം എന്ന് പറഞ്ഞാൽ, അസി എന്ന് പറഞ്ഞാൽ വാളാണ്, വാളിന്റെ വായ്ത്തല. വാളിന്റെ വായ്ത്തലയുടെ മുകളിൽ നിന്നുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക എന്നാണ് അസിധാരാ വ്രതം എന്ന പദത്തിന് അർത്ഥം. വാളിന്റെ വായ്ത്തലയിൽ നിന്നുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക. അത്രയ്ക്ക് തീവ്രമായ വ്രതാനുഷ്ഠാനം, അതാണ് അസിധാരാ വ്രതം. അതെന്താണ് ശരിക്ക് അസിധാരാ വ്രതം എന്ന് പറഞ്ഞാൽ? സർവാംഗ വിഭൂഷിതയായ പത്നിയോടൊപ്പം അതികഠിനമായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കുക. എങ്ങനെയുള്ള വ്രതം അനുഷ്ഠിക്കുക? പത്നിയെ സ്പർശിക്കാതെ വ്രതം അനുഷ്ഠിക്കുക. അതാണ് അസിധാരാ വ്രതം എന്ന് പറയുന്നത്. അല്ലാതെ വാളിന്റെ വായ്ത്തലയിൽ നിന്നിട്ട് അതല്ല. വാളിന്റെ വായ്ത്തലയിൽ നിൽക്കുക അത്ര എളുപ്പമല്ല അല്ലേ. സ്വാമി വിവേകാനന്ദൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കഠോപനിഷത്തിലെ ഒരു മന്ത്രമുണ്ട് എപ്പോഴും അല്ലേ. കഠോപനിഷത്തിൽ നിന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കാറുണ്ട്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത അല്ലേ. ഇതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ധാര, അസിധാര എങ്ങനെയുള്ളതാണ്? അത് നിശിതയാണ്. പിന്നെന്താണ്? ദുരതിക്രമമാണ്, അതിനിശിതമാണ് ഈ ധാര. പക്ഷേ അതാണ് ശ്രേയസിന്റെ മാർഗം, അത് തന്നെയാണ്. വേറെ ഒരു മാർഗം അത് അത്രയും കഠിനമായിട്ടുള്ള. സീതാദേവി അതീവ സുന്ദരിയാണ് എന്ന് നമുക്കറിയാം. ആ സീതാദേവിയും രാമനോടൊപ്പം വന്നപ്പോൾ ഈ കാനനത്തിൽ അദ്ദേഹം എന്താണ് അനുഷ്ഠിച്ചത്? ബ്രഹ്മചര്യവ്രതമാണ് അനുഷ്ഠിച്ചത്. അത് ഗൃഹസ്ഥന്റെ ബ്രഹ്മചര്യമല്ല. ഗൃഹസ്ഥന് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാം, പത്നിയോടൊപ്പം ബ്രഹ്മചര്യം അനുഷ്ഠിക്കാം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് സന്തതി ഉണ്ടാവുകയും ചെയ്യാം. കാരണം എന്താണ്? അവിടെ ശാരീരികമായ ബന്ധം സന്തതിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉദാത്തമായ ബന്ധമാണ്. അതിന് വിരോധം പറഞ്ഞിട്ടില്ല. കാരണം അതിന് വിരോധം പറഞ്ഞാൽ പിന്നെ എന്താണ്? പ്രപഞ്ചത്തിന് നിലനിൽക്കുക എന്നുള്ളത് ശരിയാവുകയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പത്നിയോടൊപ്പം അതീവ സുന്ദരിയായ പത്നിയുടെ സമീപത്ത് പത്നിയെ സ്പർശിക്കാതെ എന്താണ് വ്രതം അനുഷ്ഠിക്കുക. ഈ വ്രതമാണ് അസിധാരാ വ്രതം. അതനുഷ്ഠിച്ച ശ്രീരാമചന്ദ്രൻ. ആ സമയത്ത് പ്രലോഭനങ്ങൾ ഉണ്ടായി. അതീവ സുന്ദരിയായിട്ട് ആര് വന്നു? ശൂർപ്പണഖ അവിടെ വന്നു തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. സ്വീകരിച്ചില്ല. എനിക്കിതാ വീര്യശുൽക്കയായ പത്നി എന്റെ സമീപത്തുണ്ട്, അതുകൊണ്ട് എന്തിന് സാധ്യതയില്ല. അല്ലെങ്കിൽ തന്നെ ഈ വ്രതം ഈ സമയത്ത് മാത്രമല്ല, ഒരിക്കലും ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്യാൻ കഴിയില്ല? മറ്റൊരു സുന്ദരിയെ സ്പർശിക്കാൻ കഴിയില്ല. അതാണ് ഉത്തരാമയരുതത്തിന്റെ
തർജ്ജമയിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ നല്ല മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. ഉത്തരാമേരുതം ചാത്തുക്കുട്ടി മന്നാടിയാരുടെ അല്ല, ഉത്തരാമേരുതം ഭൗഭൂതിയുടേതാണ്. പക്ഷേ അവിടെ ഉത്തരാമേരുതത്തിന് ഒരു ശ്ലോകമുണ്ട്. എന്താണ്? സീതാദേവിയോട് പറയുന്നുണ്ട്, ഈ കൈയാണ് നിനക്ക് ഉപധാനം, തലയണ, ഈ കയ്യിൽ തല വെച്ച് നീ കിടന്നുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തെങ്ങനെയാണ്? ആ വിവാഹ സമയ ഗൃഹേവനെ ശൈശവേ സുതനു യൗവനേ തഥാ സ്വാപഹേതുരനുപാശ്രിതോന്യയാ രാമബാഹുരുപധാനമേഷത്തെ. അവിടെ അങ്ങനെ അവിടെ രഥത്തിൽ, രഥോദ്ധതാ വൃത്തത്തിലാണ് പറയുന്നത്. ഒരു രഥത്തിലിരിക്കുന്ന നല്ല പ്രൗഢനായിട്ടുള്ള ഒരു ചക്രവർത്തിയെ പോലെ ഇരുന്നിട്ട് നല്ല എന്താണ് അഭിമാനത്തോടു കൂടി രാമൻ പറയാണ്. എന്താണ്? ആ വിവാഹ സമയ ഗൃഹേവനെ, വിവാഹ സമയം തൊട്ട് ഗൃഹത്തിലും വനത്തിലും, കാട്ടിൽ വസിച്ചപ്പോഴും വീട്ടിലായിരുന്നപ്പോഴും, ശൈശവേ സുതനു യൗവനേ തഥാ, അല്ലയോ സുതനു, ശൈശവത്തിലും യൗവനത്തിലും, സ്വാപഹേതുരനുപാശ്രിതോ അന്യയാ, നിനക്ക് സ്വാപഹേതു, നിനക്ക് ഉറങ്ങാനുള്ള ഹേതു ഏതാണ്? ഈ കൈയാണ്. അനുപാശ്രിതോ അന്യയാ, മറ്റൊരു സ്ത്രീയാൽ ഒരിക്കലും ആശ്രയിക്കപ്പെട്ടില്ലാത്ത, മറ്റൊരു സ്ത്രീയെ സ്പർശിച്ചിട്ടില്ലാത്ത ഈ കരമാണ് നിനക്ക് ഉറങ്ങാൻ പറ്റിയ തലയണ. അതുകൊണ്ട് ഇതിൽ തല അണച്ചുകൊള്ളുക. തല അണയ്ക്കുന്നത് തലയണ. അതുകൊണ്ട് ഈ കയ്യിൽ വെച്ച് നീ ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ രഥോദ്ധതാ വൃത്തത്തിലാണ് പറഞ്ഞത്. എന്താണ്? രഥത്തിൽ നല്ല ഔദ്ധത്യത്തോടെ അഭിമാനശാലിയായ രാജാവ്. പക്ഷെ ചാത്തുക്കുട്ടി മന്നാടിയാർ ഇതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു മനോഹരമായിട്ട്. ചാത്തുക്കുട്ടി മന്നാടിയാർക്ക് തോന്നി, ഇവിടെ സീതാദേവി ആരാണ്? രാജകുമാരിയാണ്. രാജകുമാരിയായ സീതാദേവിക്ക് ഇങ്ങനെ അഭിമാനപൂർവ്വം കൊടുത്ത ഒരു തലയണ മാത്രം പോരാ, ഇവിടെ എന്ത് വേണം? രാജകീയ ഉപചാരങ്ങൾ വേണം. ചാമരം വീശിക്കൊണ്ട് വേണം അവിടെ ഉറക്കാൻ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പഞ്ചചാമരം വൃത്തത്തിൽ അതിന് തർജ്ജമ ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പഞ്ചചാമര വൃത്തത്ത് കുമാരൻ സാറൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. തർജ്ജമ ചെയ്യുമ്പോൾ അതിന് വൃത്തവും കൂടെ ഒരു ചേർത്ത്. എന്താണ് പഞ്ചചാമര വൃത്തത്തിൽ അദ്ദേഹം ചെന്ന്? പഞ്ചചാമരം എങ്ങനെയാണ്? ജരൗ ജരൗ ജഗാവിദം വദന്തി പഞ്ചചാമരം, ജരൗ ജരൗ ജഗാവിദം വദന്തി പഞ്ചചാമരം, കരം ഗ്രഹിച്ച നാൾ മുതൽ ഗൃഹത്തിലും വനത്തിലും, വരാങ്കി ശൈശവത്തിലും തദൈവ യൗവനത്തിലും, പരം നിനക്കുറങ്ങുവാൻ മൃദൂപധാനമോർക്ക മറ്റൊരംബുജാക്ഷിയെ തൊടാത്ത രാമബാഹുവല്ലയോ. ഏറ്റവും അവസാനം വന്നപ്പോ എന്താണ്? രാമബാഹുവല്ലയോ. സീതാദേവി ഉറങ്ങിപ്പോയി അല്ലേ? അതിനു മുമ്പ് എന്താണ്? ചാമര ഇങ്ങനെ വീശുന്നത് പോലെ, ഒരു വീശറി കൊണ്ട് വീശുന്ന പോലെ ആലോചിച്ച് നോക്കൂ. കരം ഗ്രഹിച്ച നാൾ മുതൽ ഗൃഹത്തിലും വനത്തിലും, വരാങ്കി ശൈശവത്തിലും തദൈവ യൗവനത്തിലും, പരം നിനക്കുറങ്ങുവാൻ മൃദൂപധാനമോർക്ക മറ്റൊരംബുജാക്ഷിയെ തൊടാത്ത രാമബാഹുവല്ലയോ. ഉറങ്ങിപ്പോയി സീതാദേവി. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തർജ്ജമ. ചാത്തുക്കുട്ടി മന്നാടിയാർ. അപ്പോ അവിടെ ആ സീതാദേവിയെ യാതൊരു സ്പർശവുമില്ലാതെ രാമൻ കൊണ്ടു നടന്നു. അവിടെ എന്താണ്? അവിടെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അവസാനം എന്ത് ചെയ്തു? സീതാദേവിയെ പരിത്യജിക്കേണ്ടത് തന്റെ ധർമാനുഷ്ഠാനത്തിന് അനിവാര്യമാണെന്ന് വന്നപ്പോ അത്യന്തം സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സീതാദേവിയെ കൊണ്ടുചെന്ന് ആക്കി. പിന്നെ ലക്ഷ്മണനാണ് എന്തുള്ളത്? എപ്പോഴും തന്റെ സന്തത സഹചാരിയായിരിക്കുന്നത്. യമധർമ്മനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ആരെയും ഇങ്ങോട്ട് കടത്തിവിടരുത് എന്ന് പറഞ്ഞ സമയത്താണ് ദുർവാസാവ് മഹർഷി പറഞ്ഞത്, ഞാൻ വന്നത് അറിയിക്കുക. അത് അറിയിച്ചില്ലെങ്കിൽ എന്താണ്? ദുർവാസാവാണ്. അപ്പൊ എന്ത് ചെയ്തു? ലക്ഷ്മണനെ അവിടെ ചെന്നു. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്? ആര് വന്നാലും നിഗ്രഹിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മണനെ കൊല്ലേണ്ട സമയം വന്നു. ലക്ഷ്മണനെ കൊല്ലാൻ രാമനെ കൊണ്ട് സാധ്യമല്ല. പക്ഷേ വധം പോലെ തന്നെയാണ് എന്ത്? അവഗണിക്കൽ, അല്ലെങ്കിൽ എന്താണ്? പരിത്യജിക്കൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? ലക്ഷ്മണനുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി. അവിടെയും ഒരു തത്വമുണ്ട്. ഒരാളെ കൊല്ലുന്നതിന് സമമാണ് അയാളെ അവഗണിക്കുന്നുണ്ട്, നെഗ്ലക്ട് ചെയ്യുക. ആലോചിച്ച് നോക്കൂ, ഒരാളെ അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെയേറെ വിഷമമുണ്ടാക്കുന്നു. ഞാൻ ഏതോ ഒരു കമ്പനിയിലെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരാൾ പറഞ്ഞതാണ്, ഈ കമ്പനിയിൽ നിന്ന് ഒരാളെ ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യില്ല?
അദ്ദേഹത്തെ ഒഴിവാക്കില്ല, പിരിച്ചുവിടില്ല. അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അദ്ദേഹത്തെ നിർത്തും. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഫയലും ചെല്ലില്ല. ഫയലൊക്കെ മറ്റുള്ള ആളുകളെ കാണിച്ചാൽ മതി പറയും. കോടതിയിലും പോകാൻ പറ്റില്ല. പിരിച്ചുവിട്ടാൽ ചിലപ്പോൾ കോടതിയിൽ പോകും. പക്ഷെ എന്താണ്, എല്ലാ ആനുകൂല്യങ്ങളോടെ അവിടെ നിർത്തും. പക്ഷെ എന്തില്ല, ഒരു പണിയും ഇല്ലാത്ത അവസ്ഥ വരും. ഒരു ഫയലും അദ്ദേഹം കാണണ്ടെന്ന് വരും. തനിയാൾ രാജിവെച്ച് പോകും. അപ്പോ അവഗണന എന്താണ്? അവഗണനയോ ഹത്യയ്ക്ക് തുല്യമാണ്. ഈ പാഠവും കൂടെ രാമായണം നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച ആ ദേവൻ അവസാനം സരയൂ നദിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയാണ്. സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോവും. എന്താണ്? ജ്ഞാനിയായിരിക്കുന്നു. ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായി തീർന്നു? ബ്രഹ്മസാക്ഷാത്കാരം അവിടെയായി. പിന്നെ എന്തുകൊണ്ടാണ് ശരീരം നിൽക്കുന്നത്? ശരീരം നിൽക്കുന്നത് അവിടെ തന്നെ. പ്രാരബ്ധങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രാരബ്ധം, ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ഏതൊരു പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നോ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും അനുഭവിക്കേണ്ടതില്ല. ജീവൻ മുക്തനായി തീർന്നു. പിന്നെ ശരീരം ത്യജിക്കുകയേ വേണ്ടു. അതാണ് ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്ത്? സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ ശരീരം ത്യജിച്ച് മുക്തനായി തീരുകയാണ്. അതെന്തല്ല, അത് ആത്മഹത്യയാണ് എന്ന് ആളുകൾ പലരും പറയുന്നുണ്ടെങ്കിലും അതിനെ ആത്മഹത്യ എന്ന് പറയാൻ കഴിയില്ല. അതെന്താണ്? ആത്മഹത്യ അല്ല. അവിടെ ശരീരത്തെ, അല്ലെങ്കിൽ തന്നെ മുക്തമായ ശരീരത്തെ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശ്രീരാമന്റെ ആ ശരീരം എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ എന്താണ്, ഡെത്ത് ബൈ ഡ്രൗണിങ് എന്നുള്ള ഒരു റിപ്പോർട്ട് അതിന് ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് അതെന്താണ്, അത് ഓൾറെഡി അത് ത്യജിച്ചതാണ്. ഒരു നിർമോകം, സർപ്പം അതിന്റെ നിർമോകത്തെ എന്താണ് ത്യജിക്കുന്നത് പോലെ, സർപ്പം അതിന്റെ മുകളിലത്തെ ആ എന്താണ് ഉറ ഒഴിച്ചു കളയുന്നത് പോലെ ശ്രീരാമചന്ദ്രൻ തന്റെ ശരീരത്തെ സരയൂ നദിയിൽ ത്യജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ദേവൻ നമുക്ക് ആശാപാശങ്ങൾ, അവിടെ എന്താ ആശയമാണുള്ളത്? ഒരാശയമില്ല, ആശാപാശമൊന്നുമില്ല. സമസ്ത ലൗകിക ബന്ധങ്ങളും പരിത്യജിച്ച ആ ദേവൻ തന്നെ നമുക്ക് എന്തിന് കാരണമായി തീരട്ടെ? ആശാപാശങ്ങളെ നിരസിക്കുന്നതിന് കാരണമായി തീരട്ടെ എന്ന് അർത്ഥം. ആശാപാശ പ്രണാശായ ഹി ഭവതു ഭവാരണ്യദാവാനലോനോ നാമ അന്വർത്ഥം വിധിത്സൻ ഭുവനസുവിദിതേ വത്കലക്ഷേത്രരാജേ യോ വിഷ്ണുരാജദേ ജാഗത നിരുപമ തീർത്ഥാശ്രയീഭൂതപാദ സോയം സർവാന്തരാത്മ ജനന മരണ രൂപ അന്ധസിന്ധൗർവന്യേ. നമസ്കാരം. ഞാനും ഒന്ന് വായിക്കാമത്. ഞാൻ എഴുതി വെച്ച ആവട്ടെ. ലോകപ്രശസ്തമാകും വർക്കലദേശത്തിലെ രാജകീയ ക്ഷേത്രത്തിൽ സംസാരക്കാടരിക്കും തീയെന്ന നാമമന്വർത്ഥമാക്കാൻ ആഗ്രഹിച്ചു. ഭൂമിയിലെ അനുപമങ്ങളാം പുണ്യതീർത്ഥങ്ങൾക്കെല്ലാം പരിപൂജ്യമാം ആശ്രയമായി വിരാജിക്കുന്നു ശ്രീരാമചന്ദ്രനായി വിഷ്ണു ഭഗവാൻ. ജനന മരണങ്ങളാം ഘോരാന്ധകാര സമുദ്രത്തിലെ ബടവാഗ്നിയായി ആളിത്തിളങ്ങുമാ സർവാന്തരാത്മാവു തന്നെ നമ്മിലെ ആഗ്രഹങ്ങളാം ബന്ധനങ്ങൾ അറുത്തുകളഞ്ഞു മോചിപ്പിക്കും നന്ദിയായി ഭവിച്ചിടട്ടെ. അതിന് തെറ്റൊന്നുമില്ല. നന്നായിട്ടുണ്ട്. നല്ല ഇന്നത്തെ ഈ വ്യാഖ്യാനത്തെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംശയം വരാൻ പാടില്ല. അത്രമാത്രം സാറ് സാറ് എല്ലാം വിവരിച്ചു തന്നു. എന്നിട്ട് ബടവാഗ്നിയെ പറ്റി രാമായണത്തിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ബടവാഗ്നി അല്ലെ സാർ? രാമായണത്തിലും ഉണ്ടല്ലോ ബടവാഗ്നി വരുന്നുണ്ടല്ലോ. ഉണ്ട്. ബടവാഗ്നി അത് എന്താണ്? ബടവായുടെ ആകാരത്തിലുള്ള അഗ്നി ആയതുകൊണ്ടാണ് ബടവാഗ്നി എന്നതിന് പറയുന്നത്. ബടവാഗ്നി. അപ്പൊ ഇതിന് എന്താണ്, ഈ സമുദ്രത്തെ എന്താണ് തീർത്ത് കളയുന്നതിന് അത് പര്യാപ്തമാണ്. പക്ഷെ അവിടെ അത് എങ്ങനെയാണ് നിൽക്കുന്നത്? അവിടെ അത് അതിനോട് എല്ലായ്പ്പോഴും ഒരു സമരസപ്പെട്ട് നിൽക്കുകയാണ്. സമുദ്രം ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? സമുദ്രം വാസ്തവത്തിൽ വികസിക്കാവുന്ന സാഹചര്യം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സമുദ്രം. പക്ഷെ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിൽ നിന്ന് എപ്പോഴും ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തുണ്ടാകാത്തത്? സമുദ്രം ഇതിനെ എല്ലായിടത്തും മുക്കിക്കളയാതെ ഇരിക്കുന്നത്. അപ്പൊ അഗ്നി സമുദ്രത്തിലുണ്ട്.
അഗ്നി അതിന്റെ കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഭൂമി എന്തായി തീർന്നതിന് ആപ്ലാവിതമായി തീരുമായിരുന്നു. അങ്ങനെ ആപ്ലാവിതമായി തീരാതെ നോക്കുന്നതും കൂടിയാണ് സമുദ്രം. നമുക്കറിയാം എപ്പോഴും ബാഷ്പീകരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ അതിനുള്ളതായ എന്താണ് പ്രേരണ അത് നടത്തുന്നത് ഈ ബടവാഗ്നിയാണ്. ജഠരാഗ്നിയുടെ ഒരു പാരലാണ് ശരിക്കും അല്ലേ? അതെ 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 അതെ. അത് ഉള്ളിലുള്ളതിനെ എല്ലാറ്റിനെയും എപ്പോഴും എന്താണ് ആമമായ അന്നത്തെ ദഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആമം എന്ന് പറയുമ്പോൾ അതാണല്ലോ ആമമായ ആമാശയം. ആമാശയം എന്ന് പറഞ്ഞാൽ ആമമായ അന്നം ശയിക്കുന്ന സ്ഥലമാണല്ലോ ആമാശയം. ആമം എന്ന് പറഞ്ഞാൽ ചൂളയ്ക്ക് വെക്കാത്ത പാത്രം എത്രയാ? ആമപാത്രം ഇവ അംഭസി. ആമപാത്രം എന്ന് പറഞ്ഞാൽ ആമമായത് ചൂളയ്ക്ക് വെക്കാത്ത കത്തിക്കാത്ത പാത്രം എന്നാണ് അർത്ഥം. അതുപോലെ ദഹിക്കാത്ത അന്നമാണ് ആമമായ അന്നം. ആ ആമമായ അന്നം ശയിക്കുന്ന സ്ഥലമായത് കൊണ്ടാണ് ആമാശയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും ദഹിപ്പിക്കൽ നടക്കുന്നുണ്ട്, ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വർക്കല ക്ഷേത്രത്തെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് അറിയാം, പൊതുവെയുള്ള വിശ്വാസം പാപനാശം എന്ന ഒരു കാരണത്താൽ അവിടെ പോയി നമ്മൾ തർപ്പണം ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ ഈ ഉപേക്ഷിക്കുക എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ സാർ അതിനെ വ്യാഖ്യാനം ഉപേക്ഷിക്കുന്നതിനുള്ള നമുക്ക് അതിനെ മനസ്സിലാക്കാം എന്ന് തോന്നുന്നു. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത് കേട്ടില്ല, ചോദ്യം മുഴുവനായിട്ട് കേട്ടില്ല, ഇടയ്ക്കൊന്ന് തടഞ്ഞുപോയി. വർക്കലയെ കുറിച്ച് പറയുകയാണ്. വർക്കല ഈ പാപനാശം എന്ന തരത്തിൽ അതിനെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ. അപ്പം എല്ലാത്തിനെയും ഉപേക്ഷിക്കാനുള്ള ഒരു പ്രാപ്തി രാമന്റെ കഥയിലൂടെ നമുക്ക്, രാമന്റെ ക്ഷേത്രമായിട്ടാണല്ലോ രാമൻ വർക്കലയെ പറ്റി നമ്മൾ പറയപ്പെടുന്നത്. അപ്പൊ വൽക്കലം എന്ന് തന്നെയുള്ളത് അതിന്റെ ഒരു സൂചനയാണ് കൃത്യമായിട്ട്. വൽക്കലം എന്താണ്? എല്ലാ ആർഭാടങ്ങളെയും ഉപേക്ഷിച്ചിട്ട് വസ്ത്രങ്ങളെല്ലാം എന്താണ് ആർഭാടപൂർണമായ വസ്ത്രമല്ല, രാജകീയമായ വസ്ത്രം. ദുകൂലം അവിടെ ഇല്ല, പട്ടുവസനങ്ങളൊന്നും അവിടെ ഇല്ല. അത് ഉപേക്ഷിച്ചിട്ട് എന്താണ് വൽക്കലം എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡൻ ബാർക്കാണ്, ഒരു തടിയുടെ തൊലിയാണ്, ആ തടി കൊണ്ടുള്ളതാണ്. അപ്പൊ അവിടെ തന്നെ മറ്റെല്ലാം ഉപേക്ഷിച്ചു. തീർത്തും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ആവരണം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് എല്ലാ ആശാപാശങ്ങളെയും അവിടെ പരിത്യജിക്കുക. അതാണ് അവിടുന്ന് നൽകുന്ന സന്ദേശം തന്നെ അതാണ്. അപ്പൊ അവിടെ ഒരു ആർഭാടവും ഇല്ല. കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കിയ വസ്ത്രങ്ങളൊന്നും, നൂല് വസ്ത്രം ഒന്നും തന്നെ അവിടെ പ്രസക്തിയില്ല. പിന്നെ വുഡൻ ബാർക്ക്, അതെന്തിനു വേണ്ടിയിട്ടാണ്? പണ്ടൊക്കെ ഇലകൾ കൊണ്ടൊക്കെ ആളുകൾ വസ്ത്രം ധരിച്ചിരുന്നു അല്ലേ? അത് ഇവിടെ തന്നെ ഉണ്ട്, ബൈബിള് തൊട്ടേ പറയുന്നുണ്ട്. അത് ബൈബിളിലാണ് പറയുന്നുണ്ട്. എന്താണ്? ഈ ആദവും ഹവ്വയും അവരുടെ ആജ്ഞ, ദൈവത്തിന്റെ ആജ്ഞ നിരസിച്ചു. ദൈവത്തിന്റെ ആജ്ഞ എന്തായിരുന്നു? നിങ്ങൾ ദൗ ഷാൽ നോട്ട് എൻജോയ് സെക്ഷുവൽ പ്ലഷേഴ്സ് എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. കാരണം അത് പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത് അല്ലേ? തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം നശിക്കരുതെന്നാണ്. തോട്ടം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, തോട്ടം എന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ്. അതിന്റെ നടുവിലെ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ അത് സെക്സ് ഓർഗനാണ്. അതിന്റെ ഫലം നശിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവൽ പ്ലഷേഴ്സ് അനുഭവിക്കരുതെന്നാണ് ശരിക്കും പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്രലോഭനം, ടെംപ്റ്റേഷനിൽ എന്താണ് പറയുന്നത്? ഇത് അനുഭവിച്ചാൽ നീ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ നീ സൃഷ്ടി ചെയ്യുന്നവനാകും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനെ അവര് അനുഭവിച്ചപ്പോ എന്തായി തീർന്നു? ഉടനെ തന്നെ അവർക്ക് ബോധ്യം വന്ന് നഗ്നതയെ കുറിച്ചാണ് ബോധ്യം വന്നത്. തിന്ന കാര്യമാണെങ്കിൽ എന്താകുമായിരുന്നു? വായ പൊത്താണ് ചെയ്യേണ്ടത്. ദൈവം വരുമ്പോൾ വായ പൊത്തേ ചെയ്യുമായിരുന്നുള്ളൂ. ഇവിടെ എന്താണ് ചെയ്തത്? ഐ ഹിഡ് മൈസെൽഫ് ആസ് ഐ വാസ് നേക്കഡ് എന്നാണ് പറയുന്നത്. ആദ്യത്തോട് പറയുന്നു, ബൈബിളിൽ പറയുന്നത് വളരെ വളരെ റിട്ടറിക് ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഭാഷയിലാണ് പറയുന്നത്. ഐ ഹേർഡ് യു വാക്ക് ഇൻ ദി കൂൾ ഓഫ് ദ ഈവ് ആൻഡ് ഐ ഹിഡ് മൈസെൽഫ് ആസ് ഐ വാസ് നേക്കഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം ചോദിക്കുന്നത്, ഹൂ ടോൾഡ് യു ദാറ്റ് യു ആർ നേക്കഡ്? ആരാണ് പറഞ്ഞത് നീ നഗ്നനാണ് എന്നുള്ളത്?
അതിന് മറുപടി ബൈബിളിൽ പറയുന്നില്ല. കാരണം എന്താണ്? അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അല്ലേ? ദ ഒഫൻസ്, ദ വെരി ഒഫൻസ് ഇറ്റ് സെൽഫ് മേഡ് ഹിം അവെയർ ഓഫ് ദി ഫാക്ട് ദാറ്റ് ഹി വാസ് നേക്കഡ്. അപ്പോ അദ്ദേഹം നഗ്നനാണ് എന്ന വസ്തുത അദ്ദേഹം ചെയ്ത ആ ഒഫൻസ് തന്നെയാണ് ബോധിപ്പിച്ചത്. എന്നതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഇറ്റ് ഈസ് വെരി എവിഡന്റ് ദാറ്റ് എന്താണ്? ദ ഒഫൻസ് വാസ് സംതിങ് റിലേറ്റഡ് വിത്ത് ഹിസ് ന്യൂഡിറ്റി. അപ്പോ അവിടെ എന്താണ്? അപ്പൊ അവിടെ വസ്ത്രം എങ്ങനെയാണ്? വസ്ത്രം ഇലകൾക്കിടയിലാണ് അപ്പൊ തന്നെ മറയ്ക്കുന്നത്. അപ്പോ അത് സ്വാഭാവികമായ ഒരു വ്രീഡയെ മറയ്ക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് വൃക്ഷത്തിൽ വന്നു. ആ വൃക്ഷത്തിന്റെ ബാർക്കാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? മരവരിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ മിനിമം സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ന്യൂനാതിന്യൂനം, ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ആവരണോപാധി, വസനോപാധി മാത്രമാണ് അവിടെ. അതൊക്കെ അപ്പൊ എല്ലാ ആർഭാടങ്ങളെയും നിഷേധിക്കുന്നത് തന്നെയാണ് ഈ വൽക്കലധാരണം എന്ന് പറയുന്നത്. ആ പേര് തന്നെ അതിന് നിൽക്കുമ്പോൾ പിന്നെന്താണ്? അത് ഏറ്റവും കൂടുതൽ ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് നയിക്കുന്ന ഒരു സ്ഥലവും അങ്ങനെ അവിടുന്ന് നൽകുന്ന സന്ദേശവും അത് തന്നെ ആണ്. ശരി സർ, മറ്റ് സംശയങ്ങളില്ലെങ്കിൽ നമുക്ക് രാധേ നിർവ്വാണ സമാപിക്കാം. നമസ്കാരം സാറേ, ഹേമലതയാണ്. ആദ്യത്തെ ശ്ലോകം ഏത് ക്ഷേത്രത്തെ കുറിച്ചായിരുന്നു? ഇവിടെ ഈ നെറ്റിന്റെ പ്രശ്നം കാരണം എനിക്ക് മനസ്സിലായില്ല സാറേ. പാർവതി പരമേശ്വരന്മാരുടെ ഏത് ക്ഷേത്രത്തെ കുറിച്ചായിരുന്നു എന്ന്? കുത്താലം, തമിഴ്നാട്ടിലുള്ള കുറ്റാലം എന്ന. ഓ, കുറ്റാലം. ശരി. അത് ഇടയ്ക്ക് എനിക്ക് നെറ്റിന്റെ പ്രശ്നം വന്നായിരുന്നു, ക്ലിയർ ആയില്ലായിരുന്നു. അത് എല്ലായിടത്തും ഉണ്ട്. അത് പലപ്പോഴും ഇപ്പൊ ഗോപി സാറ് പറയുമ്പോഴും ഇടയ്ക്ക് നെറ്റ് ഒന്ന് ഇതായിട്ട് പോകുന്നു. എനിക്കും അതെ, മൊത്തത്തിൽ എല്ലായിടത്തും. ശരി സാറേ, ധന്യവാദം. ഓം വിദ്യാധിരാജായ നമഃ. ഓം മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ന ച പ്രാണസപ്നോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാ ച സർവത്ര
യത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർനമേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ. നമുക്ക് അടുത്ത ആഴ്ച കാണാൻ ഇടയാകട്ടെ. അത് പ്രാർത്ഥിച്ചു. അതെ. ശരി, അപ്പൊ നമുക്ക് കാണാം അടുത്ത അടുത്ത ആഴ്ച. ആഴ്ച കാണാം. നമസ്കാരം.